എന്നാൽ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇത് മുജാഹിദുകളുടെ വകയല്ല, ഇത് 921 ശേഷമുള്ളതല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പഠിപ്പിച്ചതല്ല. റസൂലുള്ളാഹിന്റെ ഏറ്റവും ഉത്തമനായ ശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ ആ തിരുശരീരം കിടത്തിയിരിക്കുന്നു. ആ തിരുശരീരത്തിൽ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ഓടി ഇങ്ങോട്ട് വന്ന് 2 കാൽമുട്ടുകൾ കുത്തി അവിടെ ഇരുന്ന് റസൂലുള്ളാഹിന്റെ മുഖത്തെ തട്ടം ഇങ്ങോട്ട് നീക്കി ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനമർപ്പിച്ച് നിറകണ്ണുകളോടെ റസൂലുള്ളാഹി മരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് അസ്വസ്ഥനായ ഉമറിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉമറേ അടങ്ങിയിരിക്കും, ഉമറേ അടങ്ങിയിരിക്കും, റസൂലുള്ളാഹി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം അസ്വസ്ഥത പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മൂസാ നബി തൗറാത്തിന്റെ ഏട് വാങ്ങാൻ പോയ പോലെ ഒരു ഭ്രാന്തമായ അവസ്ഥ. നബിയുടെ മരണം താങ്ങാനായില്ല, സഹിക്കാനായില്ല, ഉൾക്കൊള്ളാനായില്ല, ആകെ വിഭ്രാന്തി. അങ്ങനെ അദ്ദേഹം എല്ലാവരെയും മാറ്റി നിർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് ഉയരത്തേക്ക് നിന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്ക്, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. നോക്കൂ, മരിക്കുന്നവരെ ആരാധിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്ന പ്രസംഗം ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ പ്രസംഗങ്ങളിൽ ഒന്നാണ്. വളരെ ചുരുങ്ങിയ വാചകങ്ങൾ ഒരു വലിയ അപകടമുണ്ടാകുന്നിടത്ത് അവരുടെ തിരിച്ചുവിടുന്ന, അവർക്ക് കാഴ്ച നൽകുന്ന അവരുടെ വികാരപരിതതയെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ഇനി ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. നോക്കൂ, എത്ര വ്യക്തമാണ്. അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് സൂറത്ത് ആൽ ഇംറാനിലെ 3-ാം അധ്യായത്തിലെ 144-ാമത്തെ ആയത്ത് മറ്റൊരായത്തും കൂടെ ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. എന്ത്? നബി മരിക്കും. ആ ആയത്ത് കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പൊ ഇറങ്ങിയ ആയത്താണ്. അപ്പൊ നബി മരിക്കില്ലേ? ആ മനസ്സതങ്ങട്ട് അംഗീകരിച്ചു. കണ്ടോ കൂട്ടരെ, മരണവും ജീവിതവും തുല്യമായിരുന്നെങ്കിൽ, മരണത്തിന് ശേഷമാണ് കഴിവ് കൂടുകയെങ്കിൽ എന്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിക്കണം? എന്തിന് സങ്കടപ്പെടണം? എന്തിന് ദുഃഖിക്കണം? എന്തിന് വിഭ്രാന്തി പരത്തണം? ചിന്തിച്ചു നോക്ക്. മരണം എന്ന് പറയുന്നത് വല്ലാത്തൊരു വിയോഗമാണ്. എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഇനി അറിയാൻ പറ്റില്ല, ഇനി സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, എത്ര വ്യക്തമാണ് ഈ യാഥാർത്ഥ്യം, എത്ര സത്യമാണ് ഈ യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ നബി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മദീനത്തെ പള്ളിയിൽ നിസ്കാരം നടക്കാൻ ആരാ നേതൃത്വം നൽകുന്നത്? മഹാനായ സ്വാസികനായ ഔലിയാക്കളുടെ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിറാ ഗുഹയിൽ, സൗർ ഗുഹയിലേക്ക് റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്ത് നബിക്ക് വേണ്ടി പാമ്പ് കടിയേറ്റു വാങ്ങിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്നു. നബി മെല്ലെ വേച്ച് കാലുകൾ വലിച്ച് പനിയുടെ ആധിക്യവും ക്ഷീണവും വിലവെക്കാതെ കാലുകൾ വലിച്ച് മദീനത്തെ പള്ളിയിലേക്ക് വന്നു. നബിയുടെ നിഴല് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി നിൽക്കാൻ ശ്രമിച്ചു. അബൂബക്കറെ തുടരൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. കാരണം നബി ജീവിച്ചിരിക്കെ ഇമാമത്ത് നിൽക്കാൻ ഞാൻ ആര് യോഗ്യൻ എന്ന ചിന്തയാണ് അദ്ദേഹത്തിന്. നിങ്ങൾ ചിന്തിക്കണം. ഇനി കൂട്ടരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഔലിയാക്കൾ ഖബറിൽ സഞ്ചരിക്കുന്നു എന്നാണ്, സംസാരിക്കുന്നു എന്നാണ്, നിസ്കരിക്കുന്നു എന്നാണ് സുന്നികൾ പറയുന്നത്. മുത്തു മുസൽമാനെ, റസൂലുള്ളാഹിക്ക് കഴിവുണ്ടാകില്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനിമാമത്തുന്നു? നബി സഞ്ചരിക്കുമെങ്കിൽ, നബി നമസ്കരിക്കുമെങ്കിൽ കൂട്ടരെ, മുത്തു മുസ്ലിങ്ങളെ, ആ പള്ളിയുടെ തൊട്ടടുത്ത ഖബറിന് നബിക്ക് എഴുന്നേറ്റ് വന്നുകൂടായിരുന്നോ? നബിക്ക് ലോറിന് ഇമാമത്തുന്നുകൂടായിരുന്നോ? നബിക്ക് അസറിന് ഇമാമത്തുന്നുകൂടായിരുന്നോ? നബിക്ക് മഗ്‌രിബിന് ഇമാമത്തുകൂടായിരുന്നോ? ഓരോ ഇമാമത്ത് കയ്യ ഖബറിൽ പോയി കിടക്കുക, അതിന് പറ്റുമായിരുന്നില്ലേ? പക്ഷേ അതൊന്നും സാധ്യമല്ല എന്ന് നമുക്കറിയാം.
ഇനി ചിന്തിക്ക്, റസൂലുള്ളാഹിന്റെ മയ്യത്ത് കബറടക്കിയിട്ടില്ല, മയ്യത്ത് കബറടക്കിയിട്ടില്ല. ആ കബറടക്കുന്നതിനിടയിൽ ഇനി ആരായിരിക്കണം നേതാവ്, ആരായിരിക്കണം ഭരണാധികാരി? എന്തേ ചർച്ച ചെയ്തത്? സുന്നികൾ പറയുന്ന പ്രകാരം മരിച്ചവർ സംസാരിക്കുന്നു, കേൾക്കുന്നു, സംവദിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമസ്കരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ റസൂലുള്ളാഹിന്റെ മയ്യത്ത് എവിടെയുണ്ട്? ആ നബിക്കൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ? നിങ്ങൾ തർക്കിക്കണ്ട, നിങ്ങൾക്ക് വിഷമം വേണ്ട. അബൂബക്കർ ആയിരിക്കട്ടെ നേതാവ്. ഏറ്റവും ചുരുങ്ങിയത് ആ കൈയിന്റെ വിരല് അബൂബക്കറിന് നേരെ ഒന്ന് നീട്ടിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നില്ലേ സുഹൃത്തുക്കളെ? അത് കഴിഞ്ഞ് തീർച്ചയായും ഓരോ വിഷയത്തിലും ഈ ആളുകൾ സുന്നികൾ പറയുന്ന പ്രകാരമാണ് അമ്പിയാക്കളും ഔലിയാക്കളുമെങ്കിൽ അവരുടെ കബറെടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുമായിരുന്നില്ലേ? ഒക്കെ പോകട്ടെ, നമ്മൾ എന്തിനിങ്ങനെ ഖണ്ഡനമണ്ഡനം നടത്തണം? നമ്മൾ എന്തിനു വാദപ്രതിവാദം നടത്തണം? നമുക്കിടയിൽ മരിച്ചവർ കേൾക്കുന്നൊരു വിഭാഗം, കേൾക്കൂല എന്നൊരു വിഭാഗം. ശരി, കേൾക്കുമെന്നാണല്ലോ സുന്നികൾ പറയുന്നത്. അമ്പിയാക്കൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണല്ലോ സുന്നികൾ പറയുന്നത്. പിന്നെ എന്തിനു നമ്മൾ തല്ലുകൂടണം? എന്തിനു കഴുത്തറക്കണം? നമുക്ക് നാളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സൗദിയിലേക്കുള്ള വിമാനത്തിൽ കയറി പ്രവാചകന്റെ മയ്യത്ത്, പ്രവാചകന്റെ ആ തിരുശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മദീനത്തിൽ ചെന്ന് നമുക്ക് ചോദിച്ചുകൂടെ? സുന്നികളുടെ പ്രതിനിധിയായി കാന്തപുരവും മുജാഹിദുകളുടെ പ്രതിനിധിയായി AP അബ്ദുൽ ഖാദർ മൗലവി നിൽക്കുക, എന്നിട്ട് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കാണും, നിങ്ങൾ കേൾക്കും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ സഞ്ചരിക്കും, നിങ്ങൾ സംവദിക്കും എന്നൊക്കെയാണ് ഞങ്ങളിവിടെ സുന്നികൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഇതൊന്നുമില്ല എന്നാണ് ഇവിടെ മുജാഹിദുകൾ വാദിക്കുന്നത്. നബിയെ, ഈ കാര്യത്തിൽ അങ്ങൊരു സംവാദത്തിൽ ഏർപ്പെടണം, ഈ കാര്യത്തിൽ ഒരു വിധി പറയണം. ഞങ്ങൾ ആരാണ് മുശ്രിക്കുകൾ, ആരാണ് തൗഹീദുള്ളവർ? സാധിക്കോ? ഇല്ല, നമുക്കറിയാം അതിനൊരു വിധിയില്ല എന്നറിയാം, പോകാൻ പറ്റില്ല എന്നറിയാം, ചോദിച്ചാ മിണ്ടില്ല എന്നറിയാം. എന്നിട്ടും എന്തിന് ഈ പാവപ്പെട്ടവരെ വഞ്ചിക്കുന്നു? ഇനി ഖുർആനിലേക്ക് വാ, ഇനി വിശുദ്ധ ഖുർആനിലേക്ക് വാ. സൂറത്ത് ബഖറയുടെ 133. ഇതൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്തിനാ? വായിക്കണം. നമ്മൾ മനസ്സിലാക്കിയതല്ല, നമ്മൾക്ക് ഉസ്താദുമാർ പഠിപ്പിച്ചതല്ല യഥാർത്ഥ ദീൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുകയല്ല, ദുനിയാവിന്റെ എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ടുള്ള വാക്കല്ല. നിങ്ങൾ കേട്ടോ, സൂറത്ത് ബഖറ 133. സൂറത്ത് ബഖറയിലെ 133 മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്നത് വലിയ തെളിവായിട്ട് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അം കുൻതും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി. നോക്കൂ, മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണവാസന്നമായ ഘട്ടം. ശരിക്ക് ചിന്തിച്ചോ? അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്, അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്, എന്റെ വകയല്ല. ഞാൻ സുന്നി പരിഭാഷയിൽ നിന്ന് വായിക്കാം, ഞാൻ എന്റെ വക പറഞ്ഞു എന്ന് പറഞ്ഞേക്കല്ലേ. നിങ്ങൾ കേട്ടോ, അൽ ബയാൻ ഫീ മആനിൽ ഖുർആൻ എന്ന സുന്നികളുടെ പരിഭാഷയിൽ ഞാൻ പറയാം. സൂറത്ത് ബഖറയിലെ 133ന്റെ അർത്ഥവും ആശയവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മാത്രം. കേട്ടോളൂ. നിങ്ങൾ നോക്കൂ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് മരണമാസന്നമായപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ? ഇല്ല. അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം, എന്റെ ശേഷം, എന്റെ മരണശേഷം നിങ്ങൾ എന്തിനെയാണ് മക്കളെ ആരാധിക്കുക? നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവർ പറഞ്ഞു, അങ്ങയുടെ ആരാധ്യനെ, അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും ആരാധ്യനെ, ഏകനായ ആരാധ്യനെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഞങ്ങൾ മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ തന്നെയായിരിക്കും. നോക്ക്, ഒരു ബാപ്പ മരിക്കാൻ. ആരാ ഈ ബാപ്പ? ഈ ബാപ്പ നബിയാണ്. ആ നബിമാർക്ക് തൗഹീദിന്റെ കാര്യത്തിലാണ് ആശങ്ക. അല്ലാതെ മക്കളെ നിങ്ങൾ ഏതൊക്കെ റോഡരികിൽ മരം വെച്ച് പിടിപ്പിക്കും, എവിടെയൊക്കെ നിങ്ങൾ തണലുണ്ടാക്കും എന്നതിനെ കുറിച്ചല്ല. മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഇതാണ് ഏതൊരു പ്രവാചകന്റെയും, അതാണ് ഇബ്രാഹിം നബിയിൽ പോലും നമ്മൾ കണ്ടത്. നോക്കൂ, യാക്കൂബ് നബി മരിക്കാൻ കിടക്കുമ്പോ മക്കളെ വിളിച്ചു ചോദിക്കുക, മക്കളെ ബാപ്പ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ബാപ്പാക്ക് നിങ്ങൾ ഒരു ഉറപ്പ് തരണം, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാ മക്കളെ ആരാധിക്കുക? എന്ത് മനസ്സിലാക്കണം നമ്മള്? യാക്കൂബ് നബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ ആരാധന എന്ത്? മക്കൾ ആരാധിക്കുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഒരു നബിയാണെങ്കിൽ പോലും സാധ്യമല്ല. അതുകൊണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മക്കൾ പറയണം. അങ്ങനെ അത് കേട്ട് സന്തോഷമടഞ്ഞ് റാഹത്തായി മരിക്കാൻ കഴിയണം. അല്ലേ? 5 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞൊരു ബാപ്പാക്ക് ആ കാര്യത്തിൽ വേദന ഉണ്ടാവൂല. നേരെ മറിച്ച് 5 പെൺകുട്ടികൾ പുറമെറിഞ്ഞ് മറിക്കുന്ന ഒരു മനുഷ്യന് ആ വേദന മനസ്സിലുണ്ടാകും. അതുപോലെ ഈ യാക്കൂബ് നബി ചോദിക്കുന്നു മക്കളോട്, മക്കളെ എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കുക? അത് ബാപ്പാക്ക് അറിയണം. മക്കൾ ഉറപ്പ് കൊടുക്കണം, ബാപ്പാ പേടിക്കണ്ട, നിങ്ങൾ എല്ലാവരും ആരാധിച്ച
മരിച്ചവരെ ആരാധിക്കൂ, ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും ബാപ്പ, ഞങ്ങൾക്കൊന്നും പറ്റൂല. ഉറപ്പ് കെട്ടി മരിക്കാൻ. കാരണം മരണവും ജീവിതവും തുല്യമല്ല. മരണത്തോടുകൂടി കഴിഞ്ഞു, പിന്നെ മക്കളുമായുള്ള ബന്ധമില്ല, പിന്നെ മക്കളോട് സംസാരിക്കാൻ കഴിയില്ല, പിന്നെ മക്കളോട് മിണ്ടാൻ കഴിയില്ല, പിന്നെ മക്കളെ കാണാൻ കഴിയില്ല. മുത്തു മുസ്ലിങ്ങളെ, സൂറത്ത് ബഖറയിൽ 159-ാമത്തെ ആയത്തുണ്ട്, ദീർഘമായ ആയത്താണ്. ഞാനതിന്റെ ആശയം പറയട്ടെ, അതിന്റെ ആശയം വിശദീകരിക്കട്ടെ. എന്തിന്? നിങ്ങളുടെ സുന്നികളുടെ പരിഭാഷയിൽ നിന്ന് ആ ഭാഗം വായിച്ചു കൽപ്പിക്കട്ടെ. നിങ്ങൾ നോക്ക്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം, ആ പരിസരം മണ്ണോട് മണ്ണ് ചേർന്ന് തകർന്ന് തരിപ്പണമായി ഭൂമിക്കടിയിലേക്ക് ബിൽഡിങ്ങുകൾ പോലും താഴ്ന്നു പോയൊരു ഘട്ടം. അങ്ങനെ ഒരു പ്രഭാതത്തിൽ, ഒരു സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രവാചകൻ അതുവഴി കടന്നു പോവുകയാണ്. അപ്പൊ ആ പ്രവാചകന്റെ മനസ്സിൽ, നാഥാ, ഈ നിർജീവമായി കിടക്കുന്ന ഈ പ്രദേശത്തെ നാഥാ നീ എങ്ങനെയാണ് സജീവമാക്കുക? അത്ഭുതകരമാണല്ലോ നാഥാ, ആശ്ചര്യകരമാണല്ലോ. ബൽദത്തൻ മൈതൻ കദാലികൽ ഖുറൂജ്, ഉറങ്ങിക്കിടക്കുന്ന ഇതിനെ സജീവമാക്കുന്ന പടച്ചോനാണ്, നമുക്കതറിയാം. എന്നിട്ട് ആ പ്രവാചകൻ ചോദിക്കുന്നത്, ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം ചോദിച്ചു, റബ്ബേ, ഈ വീണടിഞ്ഞു കിടക്കുന്ന ഈ പ്രദേശത്തെ നാഥാ നീ എങ്ങനെയാണ് സജീവമാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, നന്നായി ആലോചിക്കണം, സഹോദരങ്ങളെ നന്നായി ചിന്തിക്കണം. അങ്ങനെ ആ നിമിഷത്തിൽ, ആ പ്രഭാതത്തിൽ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു കളയുന്നു. ചിന്തിക്ക്, ഉസൈർ നബിയെ അള്ളാഹു മരിപ്പിക്കുന്നു. ഇതെന്റെ വകയല്ല. വിശുദ്ധ ഖുർആനിലെ 259-ാമത്തെ സൂക്തത്തിൽ പടച്ചതമ്പുരാൻ പറയുന്ന കാര്യമാണ്. ഒന്നാലോചിക്ക്, അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു, എന്നിട്ട് അതൊരു പ്രഭാതത്തിലായിരുന്നു. പിന്നെ ഒരു പ്രദോഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ജീവിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രഭാതത്തിൽ അദ്ദേഹത്തെ മരിപ്പിച്ചു, ഒരു പ്രദോഷത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ജീവിപ്പിച്ചു. എന്നിട്ട് റഹ്മാനായ റബ്ബ് ചോദിച്ചു, അല്ല എത്ര മരിച്ചു കിടന്നു? ഉസൈർ നബിയോടാണ് ചോദ്യം. ഉസൈറേ, എത്ര കൊല്ലം മരിച്ചു കിടന്നു? ഉസൈർ നബിയുടെ വാക്ക്, അല്ലാഹുവേ, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പാതി. ഒരു നബി നുണ പറയോ? അറിഞ്ഞിട്ട് മൂടി വെക്കോ? നാടകം കളിക്കോ? മുസ്ലിങ്ങളെ, ഇത് സുന്നിസമല്ല, ഇത് മുജാഹിദ് പറയല്ല, ഇത് ദീനാണ്. ചിന്തിക്ക്, പറയോ? ഒരു ദിവസത്തിന്റെ പാതി. കാരണം എന്താ? ഒന്നുറങ്ങി എണീച്ച മാതിരിയെ ആർക്ക് തോന്നിയിട്ടുള്ളൂ? നബിക്ക് തോന്നിയിട്ടുള്ളൂ, ഉസൈർ നബിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുക്കാണ്, ഉസൈറേ, ഒരു 100 മരിച്ചു കിടന്നിട്ടോ, ഒരു 100 കൊല്ലം. ചിന്തിക്ക്, അള്ളാന്റെ ഖുർആൻ എന്നാണ് പറയുന്നത്, 100 കൊല്ലം മരിച്ചിരുന്നു. എന്നിട്ടോ അങ്ങോട്ടൊക്കെ നോക്കിയെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എന്ത്? അന്ന് കണ്ട അവസ്ഥയല്ല. 100 കൊല്ലം കൊണ്ട് എല്ലാ പച്ചപ്പും പിടിച്ച് ഐശ്വര്യപൂർണമായി കിടക്കുന്നു. മാത്രമല്ല, അന്ന് ഈ സംശയം പ്രകടിപ്പിച്ച ദിവസം സഞ്ചരിച്ച കഴുത, ആ കഴുതപ്പുറത്തുള്ള ഭക്ഷണം അള്ളാഹു സംരക്ഷിച്ചു. ഒരു ദൃഷ്ടാന്തമായി കഴുതയോ നുരുമ്പിയ എല്ലുകളായി ഭൂമിക്കടിയിൽ കിടക്കുക. എന്നിട്ട് പറഞ്ഞു, സേറേ, അതോ സേറേ, ഈ സഞ്ചരിച്ചോ? കഴുതയാട്ടോ കിടക്കണേ. പടച്ചവനെ, 100 കൊല്ലം കഴിഞ്ഞു, നുരുമ്പി എല്ലാം ഇട്ട് കിടക്കുക. ആ എല്ലിലേക്ക് നോക്കുക. എങ്ങനെയാ പടച്ചവൻ ജീവിപ്പിക്കണേ? അത് ജീവിപ്പിച്ചു കൊടുത്തു. നോക്കണം, ചിന്തിക്കണം, നന്നായിട്ട് ആലോചിക്കണം. എന്തിനാ പടച്ചോത് പറഞ്ഞേ? എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കണം. എങ്ങനെയോ തലച്ചോറുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തത്തിന് വേണ്ടി അത് പറഞ്ഞു എന്ന് പറഞ്ഞാല്, അതുകൊണ്ടാണ് ഞങ്ങൾ മുജാഹിദായത്. വിവരമുള്ളതുകൊണ്ട്. മനസ്സിലായി? ഒരു നബി മരിക്കുക, എന്നിട്ട് 100 കൊല്ലം അദ്ദേഹത്തെ മരിപ്പിക്കുക. ഈ 100 കൊല്ലം കഴിഞ്ഞു പോയി എന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പഠിപ്പിക്കുക. മാത്രമല്ല, അതിനിടയിലുണ്ടായ മാറ്റമോ പരിവർത്തനമോ വ്യതിയാനമോ പുരോഗതിയോ അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പഠിപ്പിക്കുക. അദ്ദേഹം സഞ്ചരിച്ച കഴുത നുരുമ്പിയത് പോലും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പഠിപ്പിക്കുക. അദ്ദേഹത്തിന്റെ ഭക്ഷണം കേടുവന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുക. ഇങ്ങനെ ഒരു 5-8ഓളം കാര്യങ്ങൾ ഒരായത്ത് പഠിപ്പിച്ചിട്ടുള്ള പറയാണ്. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നും പറയാം. എന്ത് ചിന്തിക്കണം? ഒരു നബിക്ക് പോലും മരിച്ചാല് അയാളുടെ ചുറ്റുവട്ടത്തുള്ള പോലും അറിയാൻ കഴിയില്ല, പിന്നെ ലോകരുടെ അറിയണേ എന്ന് അള്ളാഹ് പഠിപ്പിച്ചെന്നിട്ട് ഇന്നഹാദൽ ഖുർആന യഹ്ദിയിൽ ഇല്ലതീഹിയാക്കും, ഏറ്റവും ചൊവ്വായതിലേക്കാണ് നിങ്ങളെ ഖുർആൻ നയിക്കണേന്ന് അള്ളാഹ് പറയാ. എന്നിട്ട് ആ ചൊവ്വായ പാത പഠിപ്പിച്ചേരുക, എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കുക, എന്നിട്ട് ഇവിടെ വന്ന് മിമിക്രി കളിക്കുക, നാടകം കളിക്കുക, പാവപ്പെട്ടവനെ വഞ്ചിക്കുക, പടച്ചോനെ കണ്ടുമുട്ടണം എന്നുള്ള വല്ല വിചാരവും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഹൃദയത്തിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ടോ ഈ ആളുകൾക്ക്?
എപ്പോഴെങ്കിലും ഇതൊക്കെ റബ്ബ് അറിയുന്നുണ്ട്, പടച്ചോനടുത്ത് ബോധിപ്പിക്കേണ്ടി വരും. സാധുക്കളെ പറ്റിച്ച അവരറിയില്ല, പക്ഷെ റബ്ബന്റെ ഹൃദയം അറിയുന്നുണ്ട് എന്നൊരു ബോധ്യം. ശരി, ഒരു നബിയുടെ അവസ്ഥ ഇതാ. ഇനി കേട്ടോ, സാബിൽ കൗഫ് ടീമിനെ പറ്റി അറിയാലോ. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഞാനിവിടെ ഔലിയാക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഓരോ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വയ്യ, കാരണം നമുക്കേ ഇങ്ങനെ പറഞ്ഞു പോയാ പോരാ, നമുക്കിങ്ങനെ ഒന്ന് തൊട്ടുകൊടുത്ത് പോയാ പോരാ, ജനങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം. അല്ലെങ്കിലേ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാ നമ്മൾ ചുരുക്കിയാണെങ്കിലും ഓരോന്നിന്റെ ഹൃദയത്തിൽ, ഓരോ വിഷയത്തിന്റെ ഹൃദയം ആളുകളുടെ മുമ്പിൽ തുറന്നു വെക്കണേ. ഈ 18-ാം അധ്യായം ഉണ്ടല്ലോ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്. എന്തിനാ റഹ്മാനായ റബ്ബ് കൂട്ടരെ ഇത് പഠിപ്പിച്ച് ഈ സൂറത്തുൽ കഹ്ഫ്? എന്തിനാണ്? നല്ല കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മള് ഒരാളെ പറ്റി ഔലിയാണ്, നമ്മൾ പറയാ അയാൾ ഔലിയാണ്. പക്ഷേ പടച്ചോന്റെ മുമ്പിൽ അയാൾ ഔലി അല്ലെങ്കിലോ? അതായത് 5 നേരം നിസ്കരിക്കുകയും നോമ്പൊലിക്കുകയും നല്ല ഇൽമുള്ള നല്ല മനുഷ്യൻ, എല്ലാവർക്കും ഇഷ്ടം, ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും അങ്ങനത്തെ നല്ലൊരു മനുഷ്യൻ, അയാൾ ഔലിയാണ്. പക്ഷെ ഇതൊക്കെ ജനങ്ങളെ കാണിക്കാനാണ് അയാൾ ജീവിച്ചതെന്നുള്ളത് നമുക്കറിയോ? നമ്മുടെ കൂട്ടത്തിൽ ആർക്കറിയോ? അപ്പൊ അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകണത് ഔലിയാണ് അല്ലേ? നിങ്ങൾ ചിന്തിക്കും. അപ്പൊ അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകിയ ഇവർ ഔലിയാണെന്ന് അള്ളാഹ് ഉറപ്പ് നൽകിയ ഒരു അവസ്ഥ എന്താ? അതാദ്യം നോക്കുക. നമ്മൾ ഔലിയാന്ന് പറഞ്ഞാൽ അവർ ഔലി ആയിക്കോളുന്നില്ല, ഔലി അല്ലാതെ ഔലിയ. അത് ഞാൻ പറയാം. ഒരാൾ ഔലിയാണ്, അയാളുടെ ലക്ഷണം കണ്ടാൽ അറിയാം. അതെന്താ ലക്ഷണം? നമ്മുടെ നാട്ടിൽ ഔലിയാണ്, അയാൾ നിസ്കരിക്കരുത്, അതാണ് ഒന്നാമത്തെ അടയാളം. 2 കുടിക്കരുത്. 3 അല്പൊക്കെ കഞ്ചാവും തണ്ണിയോ കഴിക്കാം, കുഴപ്പമില്ല. നിസ്കാരത്തിന്റെ സമയത്ത് വള്ളിപ്പേരിലൊന്നും നോ പ്രോബ്ലം. നിന്ന് മൂത്രയിക്കുക, മുണ്ട് പൊക്കി മൂത്രയിക്കുക. സുന്നത്ത് മാസിക 1995 ജനുവരി 16-17 പേജ്. അല്ല പറയാ വേങ്ങര കോയപ്പാപ്പ, അവിടെ മഴയില്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ ജനങ്ങൾ എന്നോട് പറഞ്ഞു കോയപ്പാപ്പ മഴയില്ല. അപ്പൊ മൂപ്പര് ഏതെന്നറിയോ? നിന്ന നിപ്പിൽ ഉടുതുണി പൊക്കിയിട്ട് മൂത്രയിച്ചു. ഇത് സുന്നത്ത് മാസികയിലുള്ള, നിങ്ങൾ ചോദിച്ചു നോക്കി. 1995 ജനുവരി പേജ് 16-17 ഇല്ലേ? നിങ്ങൾ പറയും ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ സുന്നത്ത് മാസികയിൽ? ഇങ്ങനെ ഞങ്ങൾ ഔലിയാക്കളെ വഷളാക്കിയിട്ടില്ല, പിബ്ബിത്തത്തിലുള്ള ഔലിയാക്കളല്ല, പിന്നെ അള്ളാഹ് പഠിപ്പിച്ച ഔലിയാക്കൾ. ഇനി നോക്കൂ, ഈ അസ്ഹാബുൽ കൗഫ് പടച്ചോൻ പഠിപ്പിച്ച ഔലിയാക്കളാണല്ലോ. അല്ല നമുക്ക് പറഞ്ഞു ലോകാവസാനം വരെ വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ അധ്യായം പാരായണം ചെയ്യണം, അത് സുന്നത്താണ്. എന്താ പടച്ചോൻ അതിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചേ? നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. അസ്ഹാബുൽ കൗഫ് അള്ളാഹ് പ്രശംസിച്ച ഈ കൂട്ടരിലൂടെ, ഈ ഔലിയാക്കന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചെന്താ? ഒരു പറ്റം ചെറുപ്പക്കാര്, ഒരു കൂട്ടം ചെറുപ്പക്കാര്. എന്താ ചെറുപ്പക്കാരുടെ പ്രത്യേകത? ആ നാട്ടിൽ അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു രാജാക്കന്മാർ. അല്ലല്ലാത്ത മഹാന്മാരുടെ പ്രതിമകളും രൂപങ്ങളും ദർഗകളും ഒക്കെ ഉണ്ടാക്കി ആരാധന നടത്തിയായിരുന്നു ആ രാജാവും അവിടെ തനിയായി. എന്നാ ഈ ചെറുപ്പക്കാര് പറയുന്നത് എന്താ? ഞങ്ങൾ ആകാശഭൂമികളുടെ റബ്ബിനല്ലാതെ ഞങ്ങൾ ആരാധിക്കൂല, പടപ്പുകളെ ഞങ്ങൾ ആരാധിക്കൂല. എന്നിട്ട് അവര് പറയുന്ന ഒരു പോയിന്റ് എന്താ? അള്ളാഹ്ക്ക് പുറമെ ഒരാളെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല. കാരണം അത് ഏറ്റവും വലിയ പാതകമാണ്. അത് പറഞ്ഞ അസ്ഹാബുൽ കൗഫ് ആ ഭാഗം ഞാൻ ഖുർആനിൽ ഉദ്ധരിച്ചിരുന്നു. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. വല്ലാത്ത 2 ആയത്തുകളാണ്. ശരിക്ക് ചിന്തിച്ചോ. 18-ാം അധ്യായം 13-14 ആയത്തുകളാണ്. കാരണം അസ്ഹാബുൽ കൗഫിനെ കുറിച്ച് റസൂലുള്ളാഹി ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിൽ ബന്ധിതമായ, ശിർക്കിൽ ബന്ധിതമായ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ. അത് തിരുത്തിക്കൊണ്ടല്ല പറയാണ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖി ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. കേട്ടങ്ങളെ നോക്കൂ, അവരുടെ ചരിത്രം താങ്കൾക്ക് നാം സത്യസന്ധമായി വിവരിച്ചു തരാം. തങ്ങളുടെ നാഥനിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളാണവർ. അവർക്ക് നാം സന്മാർഗബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാൻ അവരുടെ ഹൃദയങ്ങളെ നാം സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു.
എന്തുകൊണ്ടാ അവരുടെ ഹൃദയത്തെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്? എന്ത് പറഞ്ഞതിന്റെ പേരിലാണ്? എന്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിലാണ്? ശരിക്കൊന്ന് പരിശോധിച്ചോ മുത്തു മുസ്ലിമേ. ഈ ഖുർആൻ നമുക്കൊക്കെ ബാധകമാണ്. സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും ഖാദിയാനിക്കുമൊക്കെ ബാധകമാണ്. എല്ലാവർക്കും ഇത് ബാധകമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇത് ബാധകമാണ്. ഖുർആൻ ഒന്ന് തുറന്നു നോക്കുന്നാണല്ലോ പറഞ്ഞത്. ആ തുറന്നിട്ടാണ് ഇത് പറയുന്നത്. ശരിക്കും സക്കാവിമാരെന്ന് നോക്കണം. അവരുടെ ഹൃദയത്തെ നാം സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. എന്തിന്റെ പേരിൽ? അവർ രാജാവിന്റെ മുമ്പാകെ നിൽക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു. എങ്ങനെയാണ് അവർ പറയുന്നത്? ആകാശഭൂമികളുടെ നാഥനാണ് ഞങ്ങളുടെ നാഥൻ. അവനെ കൂടാതെ മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അക്രമം പറഞ്ഞവരായി തീരും. ശരിക്കൊന്ന് ആലോചിച്ചോ. അല്ലാഹു അല്ലാത്ത ഏതൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അത് ഇലാഹാണ് എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. സുന്നി പരിഭാഷ എന്നാണ് ഞാൻ വായിക്കുന്നത്. അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹിനെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. കൂട്ടരെ, ഇവിടെ സമതിയെത്തി എന്ന് വ്യത്യാസമില്ല. അല്ല, ഇവിടെ സ്വയം പര്യാപ്തതയില്ലായ്മ, കൊടുത്ത കഴിവ് കൊടുക്കാത്ത കഴിവ്, ആ വിളി ഈ വിളി നിശ്ചിത വിളി എന്ന ദുർവ്യാഖ്യാനം ഈ ലോകത്തെ നടക്കൂ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നടക്കില്ല. ഇവിടെ പറയുന്ന എന്താണെന്ന് അറിയുമോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാണ്, വഴിവെച്ചു പോയതാണ്. അതുകൊണ്ട് സഹാബിൽ കൗഫിലൂടെ ലോക മുസ്ലിമീങ്ങൾക്കല്ല പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? അവരെ അല്ലാഹു എന്തുകൊണ്ടാണ് ഉറപ്പിച്ചു നിർത്തിയത്? അവരുടെ കാൽപാദങ്ങളെ എന്തിനാണ് ഉറപ്പിച്ചു നിർത്തിയത്? അല്ലാഹനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് ഈ പറയുന്നത്. സുന്നി പരിഭാഷയിൽ നിന്നാണ് വായിക്കുന്നത്. ഈ സത്യം അറിഞ്ഞിട്ട്, ഈ യാഥാർത്ഥ്യം ഖുർആൻ കൊണ്ട് ബോധിപ്പിച്ചിട്ട് ഇത് ചിന്തിക്കാതെ സൂറത്ത് സജദയിലാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടു നിങ്ങളെ. എന്ത്? അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടു നിങ്ങളെ. അത് ഓതി കേൾപ്പിച്ചതിന് ശേഷം പിന്നെ അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ അവന്റെ അവസ്ഥ ഖേദകരമാണ്, അവന്റെ അവസ്ഥ ദയനീയമാണ്. അക്രമികളായ ആളുകൾ കൈകടിക്കുന്ന ദിവസം അന്നവർ പറയും, അല്ലാഹുവിന്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾ ഇന്നാലെന്നവരെ കൂട്ടുപിടിച്ചല്ലോ. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള സൂക്തമാണ്. മനസ്സിരുത്തി എന്ന് വായിച്ചോ, മനസ്സിൽ തട്ടിക്കൊണ്ട് വായിച്ചോ. മരണം നിന്റെ തൊണ്ടക്കുഴിയോടടുത്തിരിക്കുന്നു, നിന്റെ ജീവനാടിയേക്കാളും അടുത്തിരിക്കുന്നു, നിന്റെ ചെരുപ്പിന്റെ വള്ളിയേക്കാളും അടുത്തിരിക്കുന്നു. എവിടെ വെച്ചാ നീ മരിക്കുക? നാളെ എന്താ സംഭവിക്കുക? ഒരാൾക്ക് പറയാൻ സാധ്യമല്ല സുഹൃത്തെ. അതുകൊണ്ട് ജീവിതം ശുദ്ധീകരിച്ചോ, തഖ്വയിൽ അധിഷ്ഠിതമായിക്കോ എന്നേ മുജാഹിദുകൾ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഈ അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം. ഇങ്ങനെ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷ എടുത്തിട്ട് നോക്കിയേ. 309 കൊല്ലം ഈ ഗുഹയില് മരിച്ചു കിടന്നതാ? അല്ല, പിന്നെ ചുമ്മാ ഉറങ്ങിക്കിടന്നതാ അല്ലേ? അതെ, ഉറങ്ങിക്കിടന്നതാ. എന്നിട്ട് അല്ലാഹ് പറയാണ് അവര് കണ്ണ് തുറന്നു വെച്ചാ ഉറങ്ങിയത്. മുഹമ്മദ് നബിയെ, നിങ്ങളത് കണ്ടിരുന്നെങ്കിലേ, നിങ്ങളൊക്കെ അത് കണ്ടിരുന്നെങ്കിലേ നിങ്ങൾ പേടിച്ചു പോയിരുന്നു. മനസ്സിലായോ? കണ്ണിങ്ങനെ തുറന്നു വെച്ചുറങ്ങുക പേടിയാവില്ല മനുഷ്യന്മാർക്ക്. അങ്ങനെ ഉറങ്ങിയതാണ്. എന്നാലേ അവര് ഗാഠനിദ്രയിലായിരുന്നു, പരിസരത്ത് കിടന്നൊന്നും അറിഞ്ഞില്ല. 309 കൊല്ലം മരിക്കല്ലോ. അള്ളാന്റെ ഔലിയാക്കൾ ഉറങ്ങാണ്, മരിച്ചിട്ടില്ല. പിന്നല്ലേ ഉറക്കത്തിനേക്കാൾ സ്ട്രോങ് അല്ലേ മരണം? അതും നിങ്ങൾ സമ്മതിക്കൂലേ? പിന്നെന്ത് പറയാനാണ്? ഉറക്കിനേക്കാൾ ഗാഠമല്ല കൂട്ടരെ മരണോ? ഈ ഉറങ്ങിക്കിടക്കണം അല്ലാണ്ട് ഔലിയാക്കള്. ചിന്തിക്കണേ, ഉറങ്ങിക്കിടക്കുക. 309 കൊല്ലം ഉറങ്ങിക്കിടന്നു. സൂറത്ത് കഹ്ഫ് എന്ന് വായിച്ചു നോക്കിയേ. സുന്നി പരിഭാഷ ഒന്ന് വായിച്ചിട്ട്, സുന്നി പരിഭാഷ മിനിമം. സുഹൃത്തുക്കളെ, ഇതൊരു വല്ലാത്തൊരു അപേക്ഷയാണ് നിങ്ങളോട്. നിങ്ങളുടെ പരിഭാഷ മാത്രം ഒന്ന് വായിക്കുകള്, എന്നാ നിങ്ങൾ മുജാഹിദാവും. ഞാൻ പറയുന്ന 3 സുന്നി പരിഭാഷ വായിച്ചാല് നിങ്ങൾ മുജാഹിദാവും. പിന്നെ നിങ്ങൾക്ക് സുന്നിയാൻ പറ്റില്ല. പക്ഷെ അതും വായിക്കരുത് നിങ്ങളോട് നിങ്ങൾ ഉസ്താദ്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ അത് പൂട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ച് ശരിക്കും ചിന്തിച്ചു നോക്കിയേ, എന്താ അവിടെ പറയുന്നത്?
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവര് ഗുഹയിൽ 309 കൊല്ലം ഉറങ്ങി കിടന്നു അല്ലേ. എന്നിട്ട് ഇവരിങ്ങോട്ട് എഴുന്നേറ്റു, തട്ടിപ്പടിച്ച് ഇങ്ങോട്ട് എഴുന്നേറ്റു, അള്ളാഹു അവരെ എണീപ്പിച്ചു. എന്നിട്ട് അവര് പറയാ, എടാ എത്ര, ഒരാൾ എത്ര ഉറങ്ങി? ഒരു ദിവസത്തിന്, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച്. നോണ പറയാ ഔലിയാക്കള്, നാടകം കളിക്കുക. 309 കൊല്ലം ഉറങ്ങിയത് അറിഞ്ഞിട്ടും ഒരു ദിവസത്തിന്റെ പാതി ആണ്. അങ്ങനെയാണ് നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കി. അല്ലാന്റെ ഔലിയാക്കന്മാരെ പറ്റി അവർ അറിഞ്ഞിട്ടും നാടകം കളിച്ചവരായിരുന്നു, അവർ അറിഞ്ഞിട്ടും നുണ പറഞ്ഞവരായിരുന്നു? അല്ല, അവർക്കറിയില്ല എത്ര ഉറങ്ങി. കാരണം ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങനെ രാത്രി 8 മണിക്ക് ഒരാൾ ഉറങ്ങിയ നേരം 6 മണിയായോ, എത്ര പെട്ടെന്നോ, ഉറക്കതല്ലേ. അതുകൊണ്ടാണല്ലോ എന്ത് ഖിയാമത്ത് നാൾ നടക്കുമ്പോ കോടിക്കണക്കിന് വർഷം മുമ്പ് കബറിൽ കിടന്നവർ ചോദിക്കുന്നതായി സൂറത്ത് യാസീൻ 52 പറഞ്ഞേ, ഖാലു യാ വൈലനാ മംബാസനാ മിൻ മർകദിനാ ഹാദാ മാ വാദർ റഹ്മാനു വസദക്കൽ മുർസലൂൻ. ഈ ഉറക്കുന്ന ആരാ ഞങ്ങളെ വിളിച്ചോണത്തിയെ? അല്ലാഹ് പറയാണ്, യാസീൻ അല്ല, മരിച്ചേർത്ത് ഓതാനുള്ള യാസീൻ, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ള. അതും യാസീനിൽ പറഞ്ഞിട്ടുണ്ട്. യാസീന്റെ അർത്ഥം അറിയില്ല, ആയത്തിന്റെ അർത്ഥം അറിയില്ല, പിന്നെ എന്ത് ചെയ്യും? ആ യാസീന്റെ 52 ഇത് ഖാലു യാ വൈലനാ മംബാസനാ മിൻ മർകദിനാ ഹാദാ മാ വാദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങൾ ഉറക്കം നടത്തിയത്? ഉറക്കാന്നേ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് കാലദൈർഘ്യം അറിയില്ല, കാലദൈർഘ്യം അറിയില്ല. അതുകൊണ്ട് ആ 309 കൊല്ലം ഉറങ്ങിയിട്ട് അവർ വിചാരിച്ചു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ സമയം അവർ നുണ പറയോ? ഇല്ല. പിന്നെ അവരങ്ങനെ മനസ്സിലാക്കി. അപ്പൊ അള്ളാഹ് പറഞ്ഞു, പടച്ച തമ്പുരാൻ അള്ളാഹ്ക്കാണ് അവര് എത്ര എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം, അവരുടെ എണ്ണ എത്രയെന്നും അതൊക്കെ. ഒരു 309 കൊല്ലം കേട്ടോ ഉറങ്ങിക്കിടന്നു. എന്നിട്ടോ തട്ടിപ്പടിച്ച് എഴുന്നേറ്റിട്ട് അവര് പറയാണ് പരസ്പരം, എന്ത് കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഗുഹയിലെത്തിയിട്ടേളൂ, നമ്മളെ പിന്തുടരുന്ന രാജാക്കന്മാരും അനുയായികളും ഉണ്ട്, അവരുടെ കണ്ണ് പെടരുത് എന്ന് ചിന്തിക്കണം കേട്ടോ. മുസ്ലിങ്ങളെ നന്നായിട്ട് ആലോചിക്കണേ, എന്റെ വകയല്ല. അപ്പോ അതിലൊരാൾ പറഞ്ഞടാ, നീ നാണയം കൊണ്ടുപോയിട്ട്, പക്ഷേ നീ മാർക്കറ്റ് പോകുമ്പോ ശരിക്കും ശ്രദ്ധിക്കണം, നല്ലൊരു കട നോക്കിയിട്ട് നമുക്ക് തിന്നാനുള്ള നല്ല ഭക്ഷണം കൊണ്ടുവരണം. പക്ഷേ പുറത്തിറങ്ങുമ്പോ നമ്മൾ ഇപ്പൊ ഓടിയിട്ട് ഗുഹയിൽ വന്നതേ ഉള്ളൂ, നമ്മളെ തേടി അവരുടെ കിങ്കരന്മാരും രാജാക്കന്മാരും ഒക്കെ ഇറങ്ങിയെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ചേ, ഒന്ന് ശരിക്കും ചിന്തിച്ചേ. എന്നിട്ട് ഈ കടയിൽ ചെല്ലുക, ഈ നാണയവുമായിട്ട് ചെല്ലുക. നാണയവുമായിട്ട് അങ്ങോട്ട് ചെന്നാ കടക്കാരന്റെ കൈ കൊടുത്തിട്ട് ഇതിന്റെ ആവശ്യത്തിന് ഭക്ഷണം തരണം. അപ്പൊ കടക്കാരൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നു, അല്ല ഓയ് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങൾ ഏത് നൂറ്റാണ്ടുകാരാണ്? നിങ്ങൾക്ക് അറിയില്ലേ ഈ നാണയം 300 കൊല്ലം മുമ്പുണ്ടാണ്? നിങ്ങൾ ഇപ്പൊ എവിടുന്നാ വരുന്നത്? കടക്കാരന്റെ ചോദ്യം കേട്ടപ്പോ തൊള്ളയിലെ ഇങ്ങനെ നോക്കുക. 309 കൊല്ലം കഴിഞ്ഞു പോയതും നാണയവും നാടും നഗരവും സംസ്കാരവും രാജാക്കന്മാരും അനുയായികളും മാറിയതും നമ്മൾ 300 കൊല്ലത്തിലധികം ഉറങ്ങിയെന്നതും അറിഞ്ഞിരുന്നുവെങ്കിൽ, ഔലിയാക്കന്മാർക്കറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ കടയിൽ ഈ നാണയം കൊടുത്ത് നാണം കെടാൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾ തയ്യാറാകുമോ എന്ന് പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ, ഇന്നത്തെ രാത്രി മലർന്നു കിടന്ന് ഒന്നാലോചിച്ചു നോക്കിയേ. നിങ്ങളെ പണ്ഡിതന്മാർ നിങ്ങളെ ചതിക്കുന്നു, അവർ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നു. ഉറപ്പാണ് കാര്യം, യാതൊരു സംശയവുമില്ല. അള്ളാന്റെ ഔലിയാക്കന്മാരുടെ സ്ഥിതി അത്. ശരി, തിരിച്ചു വന്നോളീ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു വന്നോ? തൗഹീദ് പറയാൻ ഇവിടെ ബാക്കിയുള്ള വീഡിയോ നിൽക്കാലോ, പിന്നെ ഈ സമയമുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാ. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ നോക്ക്, ഒയ്ബറിയ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൽബകം കാണുന്നു ബഹുമാനപ്പെട്ട മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ സാധ്യത. അദ്ദേഹത്തിന്റെ പേരിൽ ഖാളി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഫതുർ റബ്ബാനി, ഫതുൽ ഗൈബ്, വലിയത്തുൽ താലിബ്, ഇത് മൂന്നും മഹാനായ ഷെയ്ഖ് ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥത്തിലൂടെ ഞാൻ പടച്ചോനാണ്, നിങ്ങളെ കൽബകത്തുള്ളതാണ്, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളെ എന്ന് മഹാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല മുജാഹിദാണ്, നല്ല മുവഹിദാണ്. ആ കാലഘട്ടത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ജീവിപ്പിച്ച പ്രഗൽഭനായ പണ്ഡിതനാണ്, മുജദ്ദിദാണ്. നമുക്ക് ആ കാര്യത്തിൽ സംശയമല്ല. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണ്ടേ? പക്ഷെ മാലപ്പാട്ടുകാർ പരിചയപ്പെടുത്തുന്ന പടച്ചോന് തുല്യമായ ആ മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഞങ്ങൾക്ക് പരിചയമല്ല, ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കില്ല, ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കില്ല. കാരണം അള്ളാന്റെ ഖുർആന്റെ എതിര് മാത്രം പറഞ്ഞ ഒരാളെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? പടച്ചോന്റെ എല്ലാ ഗുണവും എനിക്കുണ്ട് വാദിച്ച ഒരാളെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞാനും പടച്ചോനാണ് എന്ന് വാദിച്ച ഒരാളെ എങ്ങനെ ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ പറ്റും? പക്ഷേ സാക്ഷാൽ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം, ഇനി നോക്കൂ, അദ്ദേഹത്തെ കുറിച്ച് പോലും ഈ സമൂഹം പറയുന്നെന്താ? കണ്ണിൽ കാണാത്തതും
കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കാട്ടിപ്പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളത് കൺകൊണ്ട് കണ്ട പോലെ കാട്ടി പറയും. ഈ അവസ്ഥ ആർക്കാണ്? റഹ്മാനായ റബ്ബ് ഒരാൾക്കും വിട്ടുകൊടുക്കാത്ത കാര്യമാണ് അല്ലേ? അപ്പൊ ആളുകൾ ചോദിക്കും, നജ്ജാശി രാജാവ് എത്യോപ്യയിൽ മരിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു? ന്യായമായ ചോദ്യം. അങ്ങനെ ഉണ്ടായാലോ? അതെ, എങ്ങനെ? ശരിക്കും ചിന്തിക്കണേ. നജ്ജാശി രാജാവ് മരിച്ച വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ വിവരം കിട്ടുന്നു അല്ലേ? അതെ, ആ വിവരമാണ് ആര് അറിയിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്നാൽ നബിയുടെ രണ്ടും ബുഖാരി റിപ്പോർട്ട് ചെയ്താണ്. നബിയുടെ വീടിന്റെ തൊട്ടടുത്ത് നബിയുടെ പള്ളി അടിച്ചേര ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ബുഖാരിയിലുള്ള നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങൾ ഉസ്താദുമാരോട്. തൊട്ടടുത്ത് പള്ളി അടിച്ചു വരെ ഒരു കറുത്ത സ്ത്രീ, സാധാരണക്കാരിയാണ്. ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോ പള്ളി അല്പൊക്കെ അടിച്ചു വാരാത്ത വൃത്തിയില്ലാത്തൊരു അവസ്ഥ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ഈ പള്ളി അടിച്ചു വരുന്ന സ്ത്രീ എവിടെ പോയി? തൊട്ട് സമയത്ത് അപ്പൊ അവരൊരു സാപത്തിച്ച്, നബിയെ അവർ മരിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ ചോദിച്ചു. നബി ഞാൻ എങ്ങനെ അറിയാനാ? തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് എന്നോടൊന്ന് അറിയിച്ചുകൂടായിരുന്നോ? അപ്പൊ അവരോട്, നബിയെ തിരക്കല്ലേ എന്ന് ഞങ്ങൾ അറിയിച്ചില്ല. പിന്നെ എന്തറിയിക്കാൻ ഒരു സാധാരണക്കാരില്ലേ? ഞങ്ങൾ കൊണ്ടുപോയിട്ട് കബറടക്കി, ഞങ്ങളത് അത്ര ശ്രദ്ധിച്ചില്ല. നോക്കണം, ശരിക്കും ചിന്തിക്കണം. അപ്പൊ നബി പറയാണ്, അവളുടെ കബറുടെ അത് നിങ്ങൾ എനിക്ക് കാണിച്ച മദീനത്ത്. ശരിക്കും ചിന്തിച്ചോ, റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് ഒരു സ്ത്രീ മരിച്ചിട്ട് അത് നബി അറിയില്ല. ഒന്ന്. രണ്ട്, ആ സ്ത്രീയുടെ കബറെവിടെ അതും അറിയില്ല. എന്ത് മനസ്സിലാക്കണം? എത്യോപ്യയിലുള്ള അറിഞ്ഞു, തൊട്ടടുത്തുള്ള അറിഞ്ഞില്ല. എന്ത് പഠിക്കണം? ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കിയാണ് മുജാഹിദുകളുടെ മെച്ചം. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്തതാണ് യഥാർത്ഥത്തിൽ സുന്നി പണ്ഡിതന്മാർക്ക് സംഭവിച്ച തെറ്റ്. ഒന്നല്ല വഹി അറിയിച്ചു, വഹി അറിയിക്കുമ്പോൾ അറിയാം, ഇല്ലാ മനിർത്തലാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെട്ട അമ്പിയാക്കൾക്ക് അതറിയാൻ കഴിയും. അത് അറിയിച്ചു കൊടുക്കും, അള്ളയെ അറിയിച്ചു കൊടുക്കണേ, അല്ലാതെ നബിയുടെ പവറല്ല. അത് അറിയിച്ചു കൊടുക്കുകയാണ്. ഇവിടെ എന്താണ്? ഇവിടെ തൊട്ടടുത്തരിച്ച് ആ കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവില്ല, പിന്നെ ശരീരം കൊണ്ട് അറിയാനുള്ള കഴിവില്ല, ആ മരിച്ചേർത്ത് വരുന്ന മറ്റു കാര്യങ്ങളൊന്നും അറിയാൻ എനിക്ക് സാധിച്ചില്ല. തീർച്ചയാണ് അങ്ങനെ തന്നെയാണ് ആ കാര്യം. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. അങ്ങനെ മനസ്സിലാക്കാത്താണ് ഇവിടുത്തെ തകരാറ്. ഇനി തിരിച്ചു പോയിക്കോ. മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി സുന്നികളുടെ വിശ്വാസത്തിലെ തകരാറിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. ജീലാനിക്കെതിരാണ് ഇവര് ശങ്കരാചാര്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ഞങ്ങൾ ആരെ എതിർക്കുന്നത്? നിങ്ങളെ കിതാബ് എന്നാ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. ഇത് കണ്ടേ, ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് കോഴിക്കോടേക്ക് അങ്ങോട്ട് കയറിയാലേ SYS ബുക്ക് സ്റ്റാള് അഥവാ മർക്കസ് കോംപ്ലക്സിലെ SYS ബുക്ക് സ്റ്റാളിൽ ചെന്ന ഈ പുസ്തകങ്ങൾ കിട്ടും. ഏതാ പുസ്തകം അറിയോ? ഖുതുബിയ്യത്തുൽ ബൈത്ത്. ഇത് എഴുതിയതാരെന്നറിയോ? പരിഭാഷയും വിശദീകരണം പാറന്നൂർ PP മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഇയാൾ പരിചയപ്പെടുത്തുന്ന ഒരു മൊയ്തീൻ ഷെയ്ഖ് ഉണ്ട്, അള്ളാഹ്ക്ക് തുല്യമായ ഒരു മൊയ്തീൻ ഷെയ്ഖ്. ഇത് വെറുതെ സാധാരണക്കാരായ സുന്നികളൊന്ന് ശ്രദ്ധിക്കണം. ഈ മൊഹിദ്ദീൻ ഷെയ്ഖിനെ ഇങ്ങനൊരു വ്യക്തിയെ അവതരിപ്പിക്കുന്നതിനെതിരാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ പടച്ചോനെ ശരിക്കും മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ തൗഹീദ് എന്താണെന്ന് പഠിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കിത് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ഇത് തുറന്നു പറയാം. എന്താ ഇതില്ല നിങ്ങൾ പറയും. ഇങ്ങനെ ഒരു ഖുതുബിയ്യത്ത് പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർക്കില്ല, ഇങ്ങനെ 10ാമത്തെ പേജ് ഇതിലില്ല, ആ പേജിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയും. ഞങ്ങളോട് മാപ്പ് പറയും. ഞാൻ ഇവിടെ വന്നിട്ട് കേട്ടോളി, ഇതിന്റെ 10ാമത്തെ പേജ് പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളില്ല, നിങ്ങൾ ഏതായാലും പറയില്ലല്ലോ. ഖുതുബിയ്യത്തുൽ ബൈത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം കിട്ടാതെ പോവുകയില്ലല്ലോ. കേട്ടോളൂ. യാ ഖുതുബാഹിലിസ് സമാഇ വൽ അർളി ഔദുഹുമാ. എന്താ അർത്ഥം അറിയോ? ആകാശഭൂമിയുടെ ഖുതുബും കേന്ദ്രബിന്ദു ഔദുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ഈ 3 കാര്യങ്ങളും ആർക്കുള്ള ഇതാണ്? അള്ളാഹുവിന്റെ ഗുണമാണ്, സിഫത്താണ്. അല്ലേ? മഴ പെയ്യിപ്പിക്കാരാ? അല്ലേ? അരുവികൾ ഒഴുക്കുന്നാരാ? അല്ലേ? അല്ലേ? ഈ പ്രവൃത്തി മൊയ്തീൻ ഷെയ്ഖിനാണ് ചെയ്യുന്നത്. ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഇറക്കുന്നത് പടച്ചോനാണ് എന്ന് അബൂജഹൽ വിശ്വസിച്ചു.
ഖുതുബത്ത് വിശ്വസിച്ചു. ഖുർആൻ അതിന് തെളിവാണ്. ഖുർആൻ അതിന് തെളിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് പോലും റുബൂബിയത്തിൽ സംശയമല്ല. ഇവിടെ എന്താ സ്ഥിതി അറിയോ? റുബൂബിയത്തിൽ പോലും പങ്കുചേർക്കുകയും അതും മൊയ്തീൻ ശൈഖാണ്, അതിലൊന്നും പടച്ചോന് പങ്കില്ല എന്നുള്ളിടത്താണ് ഇന്നത്തെ സമുദായം. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പുസ്തകമില്ല നിങ്ങൾ പറയും, ഇങ്ങനെ വരെ എഴുതിയിട്ടില്ല നിങ്ങൾ പറയും, ഇങ്ങനെ 10ാമത്തെ പേജിലില്ല എന്ന് പറ. മഴ പെയ്യിപ്പിക്കുന്ന മൊയ്തീൻ ശൈഖാൻ. ലോകത്ത് ഇവിടുത്തെ ഒരു ഹിന്ദു പോലും മഴ പെയ്യിപ്പിക്കുന്നത് അവരുടെ ദേവീ ദേവന്മാരെന്ന് വിശ്വസിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. പടച്ചോനാണ് ദൈവാണൊക്കെ ചെയ്യുന്നത് വിശ്വസിക്കുന്നവരാ ബഹുഭൂരിപക്ഷ ആളുകളും. പക്ഷെ ഇവരിതാ പറയുന്നു ഖുതുബിയത്ത് ബൈത്തിലൂടെ അത് മൊയ്തീൻ ശൈഖാണ്. നമ്മൾ ഏത് വിശ്വസിക്കണം? അള്ള പറയുന്ന വിശ്വസിക്കണോ? ഇവര് പറയുന്ന വിശ്വസിക്കണോ? ഇനി വാ ഖുർആനിലേക്ക് വാ. ഞാൻ സുന്നി പരിഭാഷ എന്ന് വായിച്ചുതരാം. ഖുർആനിലെ 29-ാം അധ്യായം 61, 63 ആയത്തുകൾ. സൂറത്ത് അങ്കബൂത്ത് 29-ാം അധ്യായം. ഈ 29-ാം അധ്യായത്തിലൂടെ റഹ്മാനായ റബ്ബ് അതിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം കേട്ടോളി. അതിന്റെ 62 അങ്കബൂത്തിലെ 61 അതുപോലെ തന്നെ 63 ആയത്ത് വായിച്ചുതരാം. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനെ സൃഷ്ടിക്കുകയും സൂര്യചന്ദ്രനെയും കീഴ്പ്പെടുത്തി തരികയും ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണ് എന്നവർ പറയും. നബിയേ, പടച്ചോനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അബൂജഹലും മുത്തുബത്തും ശൈബത്തും പറയും നബിയേ. എന്നിട്ട് ഇതിന് 63 പറയാണ് വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഹിയാ ബിൽ അർളി ബഅദ മൗതിഹാ. ആകാശത്ത് നിന്ന് മഴ ഇറക്കിയിട്ട് അതുമൂലം ഭൂമിയെ അത് സജീവമായി കിടന്ന് നിർജീവമായി കിടന്നതിനു ശേഷം ജീവിപ്പിക്കുന്നതും അതും ചെയ്യുന്നവൻ ആരാണെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ അത് അല്ലാഹു ആണ് എന്നവർ പറയും. ഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചോ നബിയേ. അത്രയെങ്കിലും അവർ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അപ്പൊ ആരാണ് വഅൻസല മിനസ് സമാഇ മാ, ആരാണ് മഴ ചൊരിയുന്നത് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹു ആണ് എന്ന് അബൂജഹൽ പോലും സമ്മതിച്ചിരുന്നു. പക്ഷേ പാറന്നൂർ പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പറയുന്നത് അത് മൊയ്തീൻ ശൈഖാണ് എന്നാണ്. ഇതിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. റുബൂബിയത്തിൽ പങ്കുചേർത്ത പക്കാ ശിർക്കിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. ഇനി 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ ആരാണ് അരുവി ഒഴുക്കുന്നത്? അത് മൊയ്തീൻ ശൈഖാണെന്നാണ് ഖുതുബിയത്തുകാരൻ പറയുന്നത്. എന്നാൽ അത് അല്ലാഹു ആണ് എന്ന് മഹാനായ നൂഹ് നബി ആ ജനതയെ പഠിപ്പിക്കുന്നു. ഏത് സ്വീകരിക്കണം? 71-ാം അധ്യായം സൂറത്ത് നൂഹ് 10 മുതൽ 12 വരെയുള്ള സൂക്തം. ഇത് അമ്മായിക്കളിയല്ല, ഇത് നാടകമല്ല, ഇത് മിമിക്രിയല്ല, ഇത് തമാശ കളിക്കലല്ല, ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലല്ല, അമുസ്ലിങ്ങളെ പോലും മുജാഹിദുകൾക്ക് തിരിച്ചുവിടലല്ല, മഹ്ശറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചോ. 71-ാം അധ്യായം സൂറത്ത് നൂഹിൽ 28 ആയത്തുകളാണുള്ളത്. അതിന്റെ 10 to 12 വരെയുള്ള ആയത്ത് ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചോ. അദ്ദേഹം പറയാണ് ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. ആയത്ത് എന്താണെന്ന് അറിയുമോ? ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുവീൻ, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കലിന് തേടുവീൻ, അവനേറെ പൊറുക്കുന്നവനാണ്. ഉണ്ടോ? ആരോടാണ് പാപമോചനം തേടേണ്ടത്? അല്ലാഹുവിനോട് മാത്രമാണ്. അമ്പിയാക്കളോട് പാടില്ല. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. അങ്ങനെ പടച്ചോനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായ മഴ അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. ഉണ്ടോ? സമൃദ്ധമായ മഴ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹ് സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരും. പിന്നെയോ കേട്ടോ, വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങൾ നൽകും, സമ്പത്ത് നൽകും, അരുവികൾ ഒഴുക്കിത്തരും. ഇതൊക്കെ ആരാ? പടച്ചോനാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു ചോദ്യമുണ്ട്, മാലക്കും, നിങ്ങൾക്ക് എന്തായി പോയി കൂട്ടരെ? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി കൂട്ടരെ? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖാറാ, പടച്ചോന് നിങ്ങളൊരു ഗാംഭീര്യം കാണുന്നില്ലേ? ഇവിടെ സുന്നികൾ മൊയ്തീൻ ശൈഖിന് ഗാംഭീര്യം, മുജാഹിദുകൾ പടച്ചോനെ. കാരണം അത് ഖുർആന്റെ താല്പര്യമാണ്. ഞങ്ങൾക്ക് പടച്ചോനാണ് ഒന്നാം സ്ഥാനം, അത് കഴിഞ്ഞിട്ടേ മൊയ്തീൻ ശൈഖ്.
ഷെയ്ഖുള്ളൂ. നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം മൊയ്തീൻ ഷെയ്ഖാണ്, തങ്ങന്മാരാണ്, ബീവിമാരാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോ ദേഷ്യം പിടിക്കൂ. നിങ്ങൾ പരിശോധിച്ചോ, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന സെക്കൻഡ് വരെ എത്ര സുന്നി പണ്ഡിതന്മാരെ കേസറ്റ് നിങ്ങളെ കയ്യിലുണ്ട്. 1 മണിക്കൂർ അള്ളാനെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുന്ന ഒരു കേസറ്റ് നിങ്ങൾ എനിക്ക് ഹാജരാക്കിയ ചെരുപ്പും പേറി അങ്ങാടി കൂടെ ഞാൻ നടക്കും. സുന്നികളായി ജീവിച്ച് മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായവർ നടത്തി പടച്ചോനെ പരിചയപ്പെടുത്തി 1 മണിക്കൂർ അള്ളാന്റെ കഴിവും കുതിരത്തും അവനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും അവന്റെ മഹത്വവും പ്രസംഗിച്ച് 1 മണിക്കൂർ പ്രസംഗിച്ച കേസറ്റ് ചെരുപ്പ് മാല ചാർത്തി മുജാഹിദ് ബാലുശ്ശേരി അങ്ങാടി കൂടെ നടക്കും. ഇല്ല. പക്ഷെ നിങ്ങൾ പ്രസംഗിച്ചോ എഴുതിയമായ കിതാബുകൾ കോടിക്കണക്കിന് ഞാൻ കൊണ്ടുതരാം. എന്ത് അല്ലാത്തവരുടെ മാറ്റം പറഞ്ഞ് പ്രസംഗിച്ചു. ഇവിടെ വന്ന് പ്രസംഗിച്ച ഉസ്താദ് തുടങ്ങി എങ്ങനെ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചോണ്ടാ അല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ സുന്നത്തിയമായിട്ടാണ്. ഞാൻ ഇയാളോട് കയ്പമംഗലത്തിൽ വെച്ച് ചോദിച്ചു, പിന്നെ ഇയാൾ വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ 3 മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നിങ്ങളെ പ്രസംഗം തുടങ്ങിയത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ബന്ധം അള്ളയും റസൂലും സഹാബത്തുമായിട്ടാണ്. ഞാൻ ചോദിച്ചു, ഏത് നബിയ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രസംഗം തുടങ്ങിയത്? ഏത് സഹാബത്ത അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ബെയ്ത്തും ചൊല്ലി പ്രസംഗം തുടങ്ങിയത്? എന്നിട്ട് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്ത 2 സംഭവം അത് നിങ്ങൾക്കും പറഞ്ഞു തരാം. കേട്ടോളി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് ആവശ്യപ്പെട്ടു. മൂസാ നബി പ്രസംഗിക്കുന്ന എവിടെ? മാർക്കറ്റിലാ? അല്ല അല്ല, പക്കാല അണുറപ്പുക്കുമല്ലാല എന്ന ഫിറൗന്റെ കൊട്ടാരത്തിൽ വയലെറിയാൻ പോവുക. ആര്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ മൂസാ നബിനെ വയലെറിയാൻ തെരഞ്ഞെടുത്ത് ബുക്ക് ചെയ്ത്? അല്ലാഹ്. ഡേറ്റ് വാങ്ങിയതും അതും അല്ലാഹ്. അല്ലയാണ് ഓർഡറും കൊടുത്ത്. ആർക്ക്? മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്. എന്തിന്? ഇബ്രാഹിമിനെ നമ്രൂദിന്റെ ഫിറൗന്റെ കൊട്ടാരത്തിൽ വയലെറിയണോ? ആ വയല് പറയണോന്ന് പറഞ്ഞപ്പോ മൂസാ നബി ഞെട്ടി. ഖുർആനെ പറയുന്ന എന്റെ വകയല്ല, സരളമായി ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രം. ശരിക്കും ശ്രദ്ധിച്ചോളി. അപ്പൊ മൂസാ റബ്ബേ ഫിറൗൻ എനിക്ക് പേടിയുണ്ട്, എടാ എനിക്ക് പേടിയുണ്ട്, അവൻ കുറച്ച് വഷളാണ്. അപ്പോ ഒരു പ്രാർത്ഥനയും നടത്തി മൂസാ അലൈഹിസ്സലാം. ശരിക്കും ശ്രദ്ധിച്ചോ. ഒരു അല്ലല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിച്ചോണ്ടല്ല, പടച്ചോനോട് നേരിക്കാണ്. റബ്ബേ ഒരു മോനും വിസ്തീരിച്ച് വയലെറിയാൻ പോവുകയാണ്, ആ വയല് തുടങ്ങാൻ പോവുകയാണ്. ആ വയല് തുടങ്ങുന്നതിനും എനിക്ക് ഇന്നോടാ പ്രാർത്ഥിക്കാനുള്ളത്. കേട്ടോ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. തെളിവാണ്, കൊട്ടപ്പാളയല്ല, ഖുറാബിയുടെ നായിന്റെ നീട്ടല്ലത്, അള്ളാന്റെ കിതാബാണ്. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 25 മുതൽ 28 വരെയുള്ള ആയത്ത്. അല്ലാണ്ട് ഞഞ്ഞമിഞ്ഞം പറഞ്ഞു പോകല്ല. എന്നതിനർത്ഥം റബ്ബിശ്റഹ്ലി സദ്രി, പടച്ചോനെ നിന്റെ ഹൃദയത്തെ വിശാലാക്കി തരണം. പടച്ചോനെ നിന്റെ നാവിന് ചില കംപ്ലൈന്റ് ഉണ്ട്, ആ നാവിന്റെ കെട്ടങ്ങട്ട് അയച്ചു വിട്ടിരണം. ഫിറൗന്റെ അടുത്തേക്കാ പോണത്, നിന്റെ നാവിന്റെ കെട്ടങ്ങട്ട് അയച്ചു വിട്ടിരണം. പിന്നെ ഞാൻ പറയുന്ന പോലൊക്കെ മനസ്സിലാകുകയും വേണം. ദേവത്തെടുത്താൻ പോവുക ഫിറൗൻ അടക്കമുള്ള ആളുകളോട്. അതുകൊണ്ട് എന്റെ നാവിന്റെ കെട്ടിക്കൊടുക്കുന്ന തീർച്ചയായിരുന്നു റബ്ബേ, എന്റെ ഹൃദയം ഒന്ന് വിശാലാക്കി തരബേ. മാത്രമാണോ റബ്ബേ ഞാൻ പറയണ അവർക്കൊന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ട് റബ്ബേ, എന്റെ കാര്യങ്ങൾ എളുപ്പാക്കി തറബേ. എന്നേക്കാൾ വാചാലായി സംസാരിക്കുന്ന ഹാറൂനുണ്ട്, എന്റെ സഹോദരനാ, ഓൻ എനിക്ക് കീഴ്പ്പെടുത്തിത്താ, എന്നോടൊപ്പം അയച്ചതാ, നീ തെരഞ്ഞെടുക്ക് എന്ന് പ്രാർത്ഥിക്കണം. എന്തിന്? പ്രസംഗിക്കാൻ തൗഹീദ് പറയാൻ പോകുമ്പോ നിങ്ങൾ പറയണേ നിങ്ങൾക്ക് തൗഹീദാണ്, അത് പറയാൻ വരുമ്പോ അല്ലാത്തവരോട് നേർക്ക് നിങ്ങൾക്ക് എവിടുന്ന തെളിവ്? ഞങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ചാ തുടങ്ങി, കേട്ടോ, പടച്ചോനോട് പറഞ്ഞാ തുടങ്ങി. മാത്രല്ല ഏത് ഉസ്താദും പ്രസംഗിക്കുമ്പോ ഈ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. റബ്ബിശ്റഹ്ലി സദ്രി. അതിന്റെ അർത്ഥം അറിയോ? പറയുന്നവർക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞ പോലെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുമോ? പിന്നെ അതുകൊണ്ടാ പറഞ്ഞ നിങ്ങൾ സക്കാഫിക്ക് അതിന്റെ അർത്ഥം അറിയില്ല. അതിന് അർത്ഥം അറിഞ്ഞ അയാളെ ചെയ്യില്ല, അർത്ഥം ആശയം ഉൾക്കൊണ്ട് അയാളെ ചെയ്യോ? എനിക്ക് കേട്ടോളി നിങ്ങള്, ഇത് ഖുർആന്റെ. ഇനി റസൂലുള്ളാഹിന്റെ സ്ഥിതിയോ? ഖന്തക്ക് യുദ്ധം നടക്കുന്ന ഘട്ടം, സഹാബത്ത് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിരിക്കുക. ചില ആളുകൾ നബിയെ ബെസ്റ്റ് വയ്യ റസൂലേ, അവൻ നബി ഇങ്ങനെ മെല്ലെ ആ ഷർട്ടൊന്ന് പൊക്കി കാണിച്ചു, 2 കല്ലാ വെച്ച് കെട്ടി. സാബത്തിന് പുതിയ ഇതിന് റസൂലുള്ള പാടിയെന്നറിയോ? കേട്ടോടി. അതാണ് അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും. അല്ലാതെ മൗലൂദ് നിങ്ങള് പോരിച്ച പറയുന്ന ഒരാളെ മത് പറയുന്നതിനോ എതിരല്ല മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം എന്തിനെതിരായത്? അള്ളാന്റെ റസൂലിന്റെ ദീനും നിങ്ങൾ ചെല്ലുന്ന ദീനും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം തേടിക്കൊണ്ടാടുന്നത്, എന്റെ ആലംബമേ, എന്റെ ആശ്രയമേ, എന്റെ സഹായ ഹസ്തമേ എന്ന് പറയുന്ന ആരോടാ? മൊയ്തീൻ ഷെയ്ഖിനോടാ. فأنزلا سكينة علينا وثبت الأقدام إلا كينا.
അല്ലാഹുമ്മ അല്ലാഹുവേ ലൗലാ അൻത മഹ്തദൈനാ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സദഖ ചെയ്യുമായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നാദാ ഫഅൻസിലൻ സകീനതൻ അലൈനാ, ഞങ്ങൾക്ക് നീ സക്കീനത്ത് ഇറക്കി തരണേ, ഞങ്ങൾക്ക് നീ സക്കീനത്ത് ഇറക്കി തരണേ. പിന്നെയോ ഞങ്ങളുടെ കാൽപാദങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തണേ. ഇതാണ് നബിയുടെ മാതൃക. നിങ്ങൾ പറയണ്ടല്ലോ നിങ്ങൾ സുന്നത്തിയമായിട്ട്, നിങ്ങൾ ഏത് സുന്നത്തിയമാറ്റിന്റെ ആളാണ്? ജയ്സായിദല്ലേ നിങ്ങളുടെ നേതാവ്? അല്ലെങ്കിൽ തെളിവ്? ഞങ്ങളിവിടെ കൃത്യമായ ഖുർആൻ ഇത്രാമത്തെ സൂക്തം ഇന്ന് റസൂലിന്റെ ബൈത്ത് എന്ന് പറയാൻ അതോ അള്ളാഹിനോടാണ്? നിങ്ങൾക്ക് എവിടെ തെളിവ്? ഞാൻ നിങ്ങളോട് പറയാം, ഇവിടുത്തെ സുന്നി സുഹൃത്തുക്കളോട്, നിങ്ങൾ ഉസ്താദുമാരോട്, ഇവിടുത്തെ മുഴുവൻ സുന്നി ആലിമുകളോടും നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ പറയണ്ടല്ലോ. അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ സമതിയത്ത് വകച്ചൊടുക്കാൻ. ശരി, നിങ്ങളെ വാദപ്രകാരം തന്നെ എന്തിക്കുക? അല്ലല്ലാത്ത ഏതെങ്കിലും ഒരു നബിയോട്, മലക്കിനോട്, ജിന്നിനോട്, ദേവിയോട്, മഹത്തുക്കളോട് വിളിച്ച് പ്രാർത്ഥിച്ച ദുആയിരുന്ന ഒരു നബീന്റെ പേര് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരൊറ്റ നബീന്റെ പേര്. ഞങ്ങൾ 921 വന്നല്ലോ, ആയിക്കോട്ടെ, അത് നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ഞങ്ങൾ ആളെ വന്ന ഞാനൊക്കെ വന്നിട്ട് ഒരു 30-31 ആയിട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീനെല്ലാം അറിയാൻ പറ്റില്ലല്ലോ, അത് വേറെ വിഷയം. ഇത് ഇവിടെ വന്ന ഉസ്താവർ എന്നേക്കാൾ പ്രായം കുറവാന് ഓപ്പളാ അത് പറയുന്ന ആ മാതിരി വിടുവായിട്ടൊന്നും നമ്മളെടുത്ത് വേണ്ട. സംഗതി വിഷയം എന്താണ്? നിങ്ങൾ ആലോചിച്ചു, ഏതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ചിന്തിക്കും. മുജാഹിദിനെയും സുന്നിനെയും വിലയിരുത്തുമ്പോ എന്ത് തന്നെയായാലും മുജാഹിദുകൾ പറയുന്നതിനെ തെളിവുള്ളല്ലോ. നിങ്ങൾ പറയുന്നതിന് ഊഹാൻ, അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ വന്നെങ്കിൽ ഇങ്ങനെ, അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ, ഞങ്ങൾ അങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതാണ് ശരി എന്നാണ് ഞങ്ങൾ പറയണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു നബി, മുജാഹിദുകൾ ചോദിക്കും, ഏതെങ്കിലും ഒരു നബി അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ദുആയിരുന്ന ഒരു സംഭവം ഉദ്ധരിക്കാൻ കഴിയും? ഒരൊറ്റ സംഭവം. ഇന്ന നബി ഇന്ന ആവശ്യത്തിന് അല്ലല്ലാത്തോല അല്ല കൊടുത്ത കഴിവെന്ന് ചോദിച്ചു, വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടുത്തെ സുന്നികൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും? ഇനി ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ നബിയും അങ്ങനെയില്ലെങ്കിൽ ഇനി ഉള്ള മുഴുവൻ നബിമാരും അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ആ വാദം പറയുന്ന മുജാഹിദുകൾ എങ്ങനെ പേച്ചോലാകുക? ഇത് ആദം നബി മുതലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ നബിമാരെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചവരാ. അതിൽ സുന്നിക്കെതിരെ അഭിപ്രായമല്ല. കൈപ്പമംഗലത്തെ പ്രസംഗിച്ചപ്പോ റഷീദ് പത്തബിരത്തിന്റെ കൂടെ ജാഫർ മുസ്ലിയാരും കൂടി ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് സംഭവത്തിൽ കരാർ എഴുതി അദ്ദേഹം പറയാണ്, മുജാഹിദുകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ തോറ്റു, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചോ ഒറ്റ നബിയില്ല. ശരി, നിങ്ങൾ ചിന്തിച്ചോളി, സകല അമ്പിയാക്കളും അള്ളാഹിനോട് പ്രാർത്ഥിച്ചെങ്കിൽ അതിൽ എന്തോന്നില്ലേ? ഒരൊറ്റ നബിയെങ്കിലും നമ്മൾ പറയണ്ട, സമ്മതി കൂട്ടാനെങ്കിലും ഒക്കെ ഒരു പേരിലെങ്കിലും ഒരു ഉദാഹരണമെങ്കിലും പറയാൻ, ഒരു സംഭവമെങ്കിലും ഉദ്ധരിക്കാൻ ഒരൊറ്റ നബി അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഇല്ലല്ലോ. ഈ വാദം പറയുന്നത് ഞങ്ങൾ പേച്ചോലും ഒരൊറ്റ നബീന്റെ മാതൃക ഇല്ലാത്ത പറഞ്ഞോല് ഹിദായത്തിലൊന്നും പറയാൻ തലച്ചോറിനെന്തോ കംപ്ലൈന്റ് ഉള്ളവർക്കല്ലാതെ പറ്റും, മെന്റൽ രോഗികൾക്കല്ലാതെ. നിങ്ങൾ ചിന്തിക്കും, ഏത് ഏത് ഓരോ ഇനി നോക്കൂ, ഒന്നുകൂടെ ഞാൻ പറയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹിനോട്. അതെ, അതിന് തെളിവുണ്ട്. ഉണ്ട്. എന്താ തെളിവ്? ഖുർആനിലെ 7-ാം അധ്യായം, 7-ാം അധ്യായത്തിന്റെ എത്രാമത്തെ സൂക്തം? സൂറത്ത് ആറാഫിലെ 23-ാമത്തെ സൂക്തം അല്ലേ? എന്താ അത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ. പ്രാർത്ഥിക്കുന്നു ആരോട്? അള്ളാഹിനോട്. തെളിവല്ലേ? അതെ. അല്ലാത്ത ആരോടെങ്കിലും ആദം നബി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. സഹിഹായ ഹദീസിലുണ്ടോ? ഇല്ല. ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പൊ ആദം നബി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു അല്ലേ? അത് തെറ്റാണോ? അല്ല. എന്നാ സുന്നികൾ പറയുന്നത് അറിയോ? അള്ളാഹിനോട് മാത്രം ഒരാൾ പ്രാർത്ഥിച്ചാൽ ഓൻ കാഫിറാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ആരുടെ ഭാഗത്താ തകരാറ്? ഇത് വെറുതെ പറയാം. ആഷിം നഈം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമായി. ഇത് ഇപ്പൊ നിങ്ങളുടെ കൂടെ കയറിയ ഫോൺ വിളിക്കരുത്. അതിന്റെ ഇടയ്ക്ക് മർക്കസ് കോംപ്ലക്സിലെ SYS ബുക്ക് സ്റ്റാളില് ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ട് ബുക്കാണ് ഈ പുസ്തകം. ഈ പുസ്തകം ആഷിം നഈമിയാണ് എഴുതി. ഇതിന് അവതാരിക എഴുതിയത് കീലത്ത് മുഹമ്മദ് മാഷ. ഈ പുസ്തകത്തിലെ 37-ാമത്തെ പേജിൽ
പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നിട്ട് ഒരു കളിയാക്കലുണ്ട് മുജാഹിദുകൾ. ഇത് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ളത് സുന്നിയുടെ വാദമല്ല, അത് മുജാഹിദുകളുടെ വാദമാണ്. അതിനെ പരിഹസിച്ചുകൊണ്ട് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. ശരി, ഇതിന്റെ 30-ാമത്തെ പേജ് പറയുന്നത് കേട്ടോളൂ കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചു. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. ഇതിന്റെ തൊട്ടുമുകളിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വളരെ ഹൃദ്യവും ആകർഷവുമായ ഒരു ടൈറ്റിൽ കിട്ടിയപ്പോൾ അത് തന്നെ പ്രമേയമാക്കി പാലക്കാട് സമ്മേളനം നടത്താൻ വഹാബികൾ തീരുമാനിച്ചു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ പ്രമേയം പിൻവലിക്കേണ്ടി വന്നു. ഭാഗ്യം എന്ന് പറയട്ടെ എന്നല്ല, ദൗർഭാഗ്യം. ആ പ്രമേയം പെർഫെക്റ്റ് ആണ്, അത് പിൻവലിച്ചത് ദൗർഭാഗ്യമായി പോയി. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളെ കിതാബാ, ഈ കിതാബിൽ എന്താ പറയുന്നത്? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ള ഇബ്ലീസിന്റെ പ്രമേയാണ്. നിങ്ങൾ ചിന്തിക്കും. ഞാൻ 2 ചോദ്യമാണ് ചോദിക്കുന്നത്, ശ്രദ്ധിക്കണം. ബഡായല്ല, ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്ന്, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് ഇബ്ലീസ് പ്രമേയം അവതരിപ്പിച്ചു. ഞാൻ സുന്നി കേരളത്തെ മുഴുവനും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വിളിക്കുന്ന ഏത് സദസ്സിലും ഞാൻ വരും. ഇബ്ലീസ് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ച് നിങ്ങൾ തെളിയിച്ചു തന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് നിങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കും. ധൈര്യം നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു വാദം ഇബ്ലീസ് ഉന്നയിച്ചു നിങ്ങൾ തെളിയിച്ചു തന്നാൽ ഈ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഞാൻ വേറെ പ്രസ്ഥാനത്തിലേക്ക് പോയിക്കോളാം. അല്ല, നിങ്ങൾ പറയുന്ന പണിയാണ് പറഞ്ഞു. ജനങ്ങളെ പറ്റിക്കാണ്, ചതിക്കാണ്. ഇബ്ലീസ് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടില്ല. ഇനി ഇബ്ലീസ് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു എന്ന് വിചാരിച്ചോളൂ, എങ്കിൽ അമ്പിയാക്കളൊക്കാരാ? കാഫറുകള്. കാരണം ഇബ്ലീസിന്റെ പ്രമേയം എന്താ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ളതാണ് ഇബ്ലീസിന്റെ പ്രമേയം. അമ്പിയാക്കൾ മുഴുവൻ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചത്. അപ്പൊ അമ്പിയാക്കളൊക്കെ സ്വീകരിച്ച പ്രമേയം ആരതാ? ഇബ്ലീസിന്റെ. അപ്പൊ അമ്പിയാക്കൾ ആരാ? ഇബ്ലീസിന്റെ വഴി സ്വീകരിച്ച ഹിസ്ബുശ് ശൈത്താൻ. ഇങ്ങനെ മുഴുവൻ അമ്പിയാക്കളെയും കാഫറുകളും പിശാചിന്റെ ആളുകളുമായി ചിത്രീകരിക്കുന്നവരാണോ ചെകുത്താൻ? അല്ല, ബാക്കിയുള്ളവരുടെ ചിന്തിക്കുന്നു. എന്നിട്ട് ഓലാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അഹ്ലു സുന്നത്തി എന്ന് പറയും. നിങ്ങൾ ചിന്തിക്കണം, മുഴുവൻ അമ്പിയാക്കളെയും കാഫിറായി ചിത്രീകരിച്ച പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന SYS-കാരാണ് പറയുന്നത് ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. നിങ്ങൾ ചിന്തിക്കണം. ഇത് വെറുതെ പറയല്ല, നിങ്ങൾ ഈ പുസ്തകം പോയി വാങ്ങണം. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം. ഒരൊറ്റ നബിയും അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി വൈബിന്റെ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ. പല കാര്യം സാന്ദർഭമായിട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ അമുസ്ലിം സുഹൃത്തുക്കൾക്ക്, മുജാഹിദുകൾക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില പരാമർശം അത് ഇയാളെ എല്ലാ സ്ഥലത്തും അമുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പറയും. പക്ഷെ നമുക്ക് ഒരാളെ കയ്യിലെടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അതുവരെ പണിയാണ് ഇത് നമ്മളെ തെറ്റിക്കുക, ഹിന്ദുക്കളെയും മുജാഹിദുകളെയും തമ്മിൽ. അതുവരെ പാലക്കാടും ചെയ്തു. നിങ്ങൾക്കറിയാലോ, പാലക്കാട് മുജാഹിദ് സമ്മേളനം നടക്കുമ്പോ രാമനും സീതയും ദൈവമല്ല എന്നിട്ട് കാരന്തൂർ മർക്കസിന്റെ തൊട്ടടുത്ത പ്രസിന് പോസ്റ്റർ ഒട്ടിച്ച് പിടിച്ചിട്ടുണ്ട് നമ്മൾ സുന്നികളെ, AP സുന്നികളെ. അറിയാലോ അല്ലേ? എന്താ അവർ ചെയ്ത്? അവിടുത്തെ മുജാഹിദ് സമ്മേളനം വിജയിക്കുന്നു എന്ന് കണ്ടപ്പോ ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിച്ച് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ ഹൃദയമുള്ള സക്കാഫിയാണ് ഇവിടെയും പ്രസംഗിച്ച്. അയാൾ ഹിന്ദുക്കളെ നമ്മളെ തെറ്റിക്കാൻ ശ്രമിച്ചു. അതെന്നാ പാലക്കാടുണ്ടായത്? അത് തൊണ്ടി സഹിതം പിടിച്ചാണ്, എല്ലാവർക്കും അറിയാം. അയാൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഹിന്ദുക്കളെ ഇളക്കി വിളിക്കാൻ ശ്രമിച്ചു. സത്യത്തിൽ നിങ്ങൾക്കറിയാലോ സുഹൃത്തുക്കളെ, ഒരു മുസ്ലിം കുടുംബത്തിൽ വെച്ച മുസ്ലിം സ്ത്രീയെ ഹിന്ദുക്കൾ കല്യാണം കഴിക്കാനുള്ള സ്വാഭാവികമായിട്ട്, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രേമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്ന ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു മതപ്രകാരം ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാനുള്ള ഹിന്ദുക്കൾ അംഗീകരിക്കും. നിങ്ങൾ ചിന്തിക്കും, പിന്നെ എന്തിനാ മുജാഹിദുകളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ ആളുകളെ തെറ്റിക്കണത്? ഉണ്ടോ? ഇനി മാത്രമല്ല, നിങ്ങൾ നോക്ക്, മുജാഹിദുകളുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ അറിയും? അള്ളാഹു അല്ലാത്തവരുടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ചുരുക്കി പറയാം, അള്ളാഹു അല്ലാത്തവരുടെ പേര് അർത്ഥം ദൈവേതര ശക്തികളുടെ നാമം ഉച്ചരിച്ച്, ഉദാഹരണത്തിന് മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരാൾ ഒരു കാളക്കുട്ടി അർത്ഥം മുസ്ലിങ്ങൾക്ക് തിന്നാനേ പറ്റില്ല. അത് ബാലനർത്താലും ജോസഫ് അർത്താലും മൊയ്തീൻ കുട്ടി അർത്താലും അല്ലല്ലാത്തോലെ പേരിലാണെങ്കിൽ ഞങ്ങൾക്കത് ഹറാമാണ് എന്ന് ഞങ്ങളെ വിശ്വാസം. കാരണം എന്താ? അല്ല സൃഷ്ടിച്ച ഒരു ജീവിയെ അള്ളാന്റെ നാമത്തിലല്ലാതെ അള്ളാന്റെ സൃഷ്ടികളുടെ നാമത്തിൽ ഉച്ചരിച്ച് അറക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയും, ന്യായമാണോ? എന്റെ പേരിലുള്ള എന്റെ ആടിനെ എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എടുത്തുണ്ടാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കും, ലളിതമായൊന്ന് ചിന്തിക്കും. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ അള്ളാന്റെ നാമം ഉച്ചരിച്ചല്ലാതെ അള്ളാന്റെ സൃഷ്ടികളുടെ നാമം ഉച്ചരിച്ച് അറക്കണ് ഇസ്ലാമിൽ തെറ്റാ. അത് സുന്നികളെ നേർച്ച കർത്താണെങ്കിലും മുസ്ലിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, ഹറാമാണ്, ശിർക്കാണ്.
അത് ബാലേട്ടൻ അർത്ഥം ഞങ്ങൾക്ക് അതേപോലെ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അനീതിയില്ല. ബാലിന് അർത്ഥം തെറ്റും, മൊയ്തീൻകുട്ടി അർത്ഥം ശരിയും, അവിടെ സുന്നിയേക്കാള് ഇത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഖുർആനിലെ ഏറ്റവും ഉന്നതമായി 34 സ്ഥലത്ത് പേരെടുത്ത് പറഞ്ഞ ഒരൊറ്റ സ്ത്രീയുടെ പേരും ഖുർആനിലില്ല. മറിയം ബീവിയുടേതല്ലാതെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, മറിയം ബീവിയുടേതല്ലാതെ 34 സ്ഥലത്ത് ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതയായ സ്ത്രീ, അനവധി കറാമത്തുകൾ അള്ളാഹു കൊടുത്ത മറിയം ബീവി. ആ മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ ഇവര് പ്രാർത്ഥിക്കുന്ന എന്തറിയോ? വലല്ലാലീൻ, ഒരു വഴിവേച്ചോലാണ്. നിങ്ങൾ ചിന്തിക്ക്, ഞങ്ങളും തിരിച്ചു വിട്ടു നോക്കട്ടെ എങ്ങനെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇമാതിരി പണിയൊന്നും എവിടെ എടുക്കരുത് ഇനിമേല്. ഏത് 34 സ്ഥലത്ത് അള്ള പ്രശംസിച്ച ഏറ്റവും മുന്തിയ ബീവി വേറൊരു പെണ്ണിന്റെ ഒരു അദ്ദേഹത്തിന്റെ പേരിൽ സൂറത്ത് പറയും. അങ്ങനെയുള്ള മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യാനികളോട് നിങ്ങൾ വഴിവേച്ചോലാണ്. മനസ്സിലായോ? മനസ്സിലാണ്ടോ? എന്തുകൊണ്ട്? തെറ്റായിട്ട് നമ്മൾ അംഗീകരിക്കണം, നിങ്ങളും ഞങ്ങളും ഒക്കെ അല്ലേ? ഈസാ നബി എന്തൊക്കെ അത്ഭുതം കാണിച്ചു. അള്ളാന്റെ നബിയായിട്ട് പോലും ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലലാലത്ത്, മൊയ്തീൻ വിളിച്ചാൽ അത് ഹിദായത്ത്. എന്തൊരു വിധി, എന്തൊരു വിധിയാണ് ഇത്. ഈസാ നബി നമുക്ക് മഹാനല്ലേ? അതെ, ആ ഈസാ നബി നമ്മൾ വിളിച്ചത് അത് തെറ്റി. നിങ്ങൾ ചിന്തിക്കണം, നന്നായിട്ട് ആലോചിക്കണം. ഈ വക കാര്യങ്ങളിൽ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇവിടെ ഹൈന്ദവ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ എന്താണ് ഇന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് ഹിന്ദുക്കൾ കോഴിയുടെ കഴുത്ത് മുറിഞ്ഞിരുന്ന് നടക്കുക എന്നറിയില്ല. ഇസ്ലാം കത്തി വെച്ചറക്കണം, അത് ശാസ്ത്രമാണ്. ഇന്നത്തെ ശാസ്ത്രത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ജീവി അറക്കണം എന്ന് പറയുന്നത്? ബ്ലഡാണ്, ശരീരങ്ങളുടെ, ജന്തുക്കളുടെ ശരീരത്തിലെ ബ്ലഡാണ് എന്ത്? സകല രോഗാണുക്കളുടെയും വിഹാര കേന്ദ്രം. ആ രക്തം ഒഴുകാത്ത അവസ്ഥയിൽ ഒരു ജീവിയെ ചതഞ്ഞു കൊന്നത് ചത്താല് അത് കഴിച്ചാൽ ആ രോഗാണു മുഴുവൻ മനുഷ്യന്റെ വയറ്റിലെത്തും. ഇത് ശാസ്ത്രമാണ്, ദൈവത്തിന്റെ മതമാണിത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവികളെ ആര് പാകപ്പെടുത്തിയാലും തിന്നാൻ പറ്റില്ല. ഇനിയൊരു മുസ്ലിമാണ് കഴുത്തു മുരുണ്ടി, നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലാണോ മുസ്ലിങ്ങളോട് പറയുന്നത്? മുസ്ലിങ്ങളെ ഒരാട് അതിന്റെ കയറ് കഴുത്തു കുടുങ്ങി ചത്ത അതിനെ നിങ്ങൾ തിന്നരുത്. ബിൽഡിങ്ങിന്റെ മുകളിൽ വീണ അതിനെ നിങ്ങൾ തിന്നരുത്, നിങ്ങളെ വീട്ടിലാട്. അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിക്കാണ് ഇവിടെ മുസ്ലിയാർ ചെയ്ത്. മുസ്ലിയാർക്ക് എന്താണ് വർഗീയ കലാപം? അതിനത് നല്ല പരിചയമാണല്ലോ. കാരണം ഇവിടുത്തെ ഒരു ഇസ്ലാമിക പ്രബോധകൻ അല്ലെങ്കിൽ പോലും മുമ്പായിരുന്നു, പിന്നെ അയാൾ ഹദീസ് ചോദിച്ചുകൊണ്ട് വന്നു. അയാളെ തട്ടിയ പാർട്ടിന്റെ ആൾക്കാരാണല്ലോ, ഓൽക്ക് പിന്നെ അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതില് ന്യായോ അന്യായോ നോക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക്. ഇവിടെ ഇസ്ലാമിന്റെ വിധി അനുസരിച്ച് അഹ്ലി കിതാബുകാർ അർത്ഥത് മുസ്ലിങ്ങൾക്ക് ഭക്ഷിക്കാനാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിച്ചോളൂ. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു ദേവിക്ക് പ്രതിഷ്ഠ വെച്ച വസ്തു ദൈവേതര ശക്തികൾ കറുത്തതാണ്, അത് മുസ്ലിം കഴിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കല്യാണം നടക്കുക, ആ വീട്ടിലെ മുഹമ്മദിന്റെയോ അല്ലെങ്കിൽ രാമന്റെയോ പീടിയെന്ന് അറുത്തിട്ട് കോയിനെ കൊണ്ടുപോയാൽ നമുക്കത് കഴിക്കാം. ആരും അതിനെതിര് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മുജാഹിദ് പ്രസ്ഥാനം തെറ്റാരുടേതാണെങ്കിലും തെറ്റാന്ന് പറയുക ചെയ്തത്. എല്ലാ വേദങ്ങളും ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവേതരെ ആരാധിക്കുന്നവർ തെറ്റാ ചെയ്യണേ. അത് ഗുരുവായൂരപ്പന് പ്രാർത്ഥിച്ചാലും തെറ്റാണ്, മൊയ്തീശേനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും തെറ്റാ. കാരണം ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കി. ഹൈന്ദവ ഗ്രന്ഥത്തിൽ പറയുന്നറിയോ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവാണ സ്വതന്ത്രത്തിലുള്ള എന്താ ഇതിനർത്ഥം? ഗുരുവായൂരപ്പൻ ആരാധിക്കാൻ പാടില്ല എന്നതിലുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ ജഗദീശ്വരനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞു. ആ ആരാധന അല്ലാത്തവർ ആരാധിച്ചത് തെറ്റാണ്, വേദ പറയുന്നത്. അറിയ നിങ്ങൾക്ക് മാത്രവുമല്ല, കേട്ടോളൂ നിങ്ങള്. തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പദീം പദീനാ പരമം പരസ്താദ് വിധാമദേവം ഭുവനേശമേഡ്യം. ശേതശേതരോപനിഷത്തിന്റെ 6-ാം അധ്യായം 7-ാമത്തെ ശ്ലോക. പിന്നെ അർത്ഥം എന്തറിയോ? ഏകനായ ബ്രഹ്മാണ്ടത്തിന്റെ ജഗദീശ്വരനായ സകല ദേവീ ദേവന്മാരുടെയും പരമാരാധ്യനായ സർവശക്തനായ റബ്ബുൽ ആലമീനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്നാണ്. അതുകൊണ്ട് മതവീക്ഷണത്തിൽ യേശുക്രിസ്തുവെ രക്ഷിക്കണേ, ശ്രീരാമ രക്ഷിക്കണേ, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ, ഈ മൂന്നും തെറ്റാണ്. ഒരു വിഭാഗത്തിൽ ഇത് മൂന്നും തെറ്റാണ്. വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ
കാരണം ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ വായു ശ്വസിച്ച് ദൈവത്തിന്റെ വെള്ളം കുടിച്ച് അവനെ മാത്രം ആരാധിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ, മനുഷ്യർ. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇത് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളും ഞങ്ങളും തമ്മിലൊന്ന് രസിപ്പിക്കുക ഈ മുസ്ലിയാർക്ക് എല്ലായിടത്തിലും. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പരപ്പനങ്ങാടി ഇയാളെ പ്രസംഗിച്ച കേസറ്റ് പോയി കേട്ടു നോക്കൂ. അതുപോലെ പിന്നെ കയ്പമംഗലത്ത് ഇയാളെ പ്രസംഗിച്ച കേസറ്റ് നോക്കൂ. അത് ഇയാളെ പതിവാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സുന്നികളോട് പറയല്ലേ, വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരുട്ടുബുദ്ധിയായിട്ട് കയറി വരുന്നവരെ ദയവേത് കൊണ്ടുവരരുത്. ഈ നാടല്ലേ തന്നെ കത്തിക്കരിയാണ്. സത്യം സത്യം പോലെ തുറന്നു പറയണം, അത് വേറെ വിഷയം. പക്ഷേ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. മാധവന്റെ സുന്ദരിയായ പെൺകുട്ടിയെ മുഹമ്മദിന്റെ സുന്ദരനായ മോൻ കെട്ടൂലല്ലോ. പിന്നെ അത് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ വികാരത്തിന് കാര്യമുണ്ടോ? വിഷയം എന്താ നിങ്ങൾ നോക്കൂ. ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു സഹോദരൻ കള്ളുടി, മുസ്ലിം കുടുംബത്തിൽ ഒരാൾ കള്ളുടി, ക്രിസ്തീയ കുടുംബത്തിലും കൂടി എന്ന് വിചാരിച്ചിട്ട് അവന്റെ ബാക്കി മുഴുവൻ ഓരോന്ന് ചോദിക്കുക. ഓന്റെ കുട്ടി തെറ്റാണോ, ഓന്റെ വീട് തെറ്റാണോ, ഓന്റെ ആചാരം ഓൻ കള്ളുടിക്കണ തെറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മുജാഹിദുകൾ പറയുന്നത് എന്താണ്? തെറ്റാരിതാണ് തെറ്റാ, അത് നീതിബോധമാണ്. ആ നീതിബോധം എന്താണ്? ഖുർആൻ വായിച്ചു നോക്കണോ. വലുവല അംഫുസിക്കും ബിൽ വാലിദൈനി വൽ അഖ്റബൂന. സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും സത്യത്തിനെ കൂട്ടിക്കാവുന്ന അള്ളാന്റെ ഖുർആനിലെ 4-ാം അധ്യായം 135-ാമത്തെ ആയത്താ, അള്ളാന്റെ ഖുർആൻ 5-ാം അധ്യായം 8-ാമത്തെ ആയത്താ. അതിനതൊക്കെ അറിയണ്ടേ? ഒന്ന് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കിയാൽ. പിന്നെ മൂന്നാമതൊരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം ഈ മദ്ഹ്, മൗലൂദ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മുജാഹിദ്. എന്താണ് മൗലൂദ്? മിലാദ് എന്താണ്? ജന്മദിനമാണ്. ഒരു മനുഷ്യന്റെ ജന്മവുമായി. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിയുള്ള പ്രത്യേകത പറയലാണ്, അയാളുടെ ഗുണം. നിങ്ങൾക്കറിയോ എന്ത് മദ്ഹാ പറയേണ്ടത്, എന്ത് മദ്ഹാ പറഞ്ഞുകൂടാത്തത്? ശിർക്ക് കലർന്ന്. ഒരു ഉദാഹരണം പറയട്ടെ ഞാന്. നിങ്ങൾക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വരിക. ഒരു കല്യാണ വീട്ടിലേക്ക് കയറി വരുമ്പോ കുട്ടികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ, ബെയ്ത്താണ്, ചെല്ലിക്കൊളി. ഇങ്ങനെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി എന്ന് ആയിക്കോട്ടെ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഞെടിയത് എന്ത് പാടാം എന്ത് പാടിക്കൂടാ എന്ന് നബി പറഞ്ഞു. മുജാഹിദുകൾക്ക് ഈ നിലപാടാ, എന്ത് പാടാ എന്ത് പാടിക്കൂടാ. നബി എന്തിനാ ട്രീറ്റ് ചെയ്ത്? കല്യാണ വീട്ടിലെ കുട്ടികൾ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പാടി. നാളെയുടെ കാര്യം അറിയുന്ന ആളാണ്. നബി എന്ത് ചെയ്തു? അത് ശരിയാണെന്ന് പറഞ്ഞോ? ഇല്ല. നബി പറഞ്ഞു എന്താ പാടി? നാളെയുടെ കാര്യമാണ്, മേല് പാടാൻ പാടില്ല, ശിർക്കാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഭാവി കാര്യമൊന്നും പഠിച്ചവനാണ്. മാത്രമല്ല ഖുർആന്റെ ആയത്തോടി പഠിപ്പിച്ചു റസൂലുള്ള. എന്താ? ഖുർആനിലെ 31-ാം അധ്യായം. അതൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിക്കും. 31-ാം അധ്യായം 34-ാമത്തെ ആയത്ത് സൂറത്തുൽ ലുഖ്മാൻ. എന്താ ഇതിനർത്ഥം അറിയോ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എന്താ ഇതിനർത്ഥം? എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇതാണ്. എന്ത്? നാളെ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് ഒരാൾക്ക് പറയാൻ കഴിയില്ല. എവിടെ വെച്ചാൽ നിങ്ങൾ മരിക്കുക അതും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഈ ആയത്ത് പഠിപ്പിച്ച നബി പറയുമോ ഭാവി കാര്യം ഞാൻ അറിയുന്ന ആളാണ്, ഖുർആൻ ഒന്നാമത് ധിക്കരിച്ചാൽ നബി എന്നാവോ? ഇല്ല, ആവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ശരിക്കും മനസ്സിലാക്കുക. എന്താ നബിയാണ് പറയുന്നത്. അപ്പൊ എന്ത് പാടാ എന്ത് പാടി അറിയാലോ. അപ്പൊ എന്ത് പാടാം എന്ത് പാടിക്കൂടാ. ഒരാളുടെ പ്രത്യേകത, ഒരാളുടെ മഹത്വം അത് പറയാം. അവിടെ ആരും എതിർത്തിട്ടില്ല. അത് കൂട്ടിക്കലത്തി കണ്ടോ നബീന്റെ മഹത്വം പറഞ്ഞാൽ തെറ്റ്, അത് ശിർക്ക്. ഉമർ മദീനയുടെ മധു പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് അതിനെ പരിഹസിക്കുകയാണ്, അത് ചൊർക്ക് എന്ന് മുമ്പരമക. അല്ലേ? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, അതിന് കടന്ന് ഒരു പ്രശംസ ആർക്കും പാടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന അത്തൗഹീദിൽ അതിന് കടന്നു പോയ ചില പ്രയോഗങ്ങൾ ഉമർ മൗലവിനെ പറ്റി നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ ഒരു യോജിപ്പില്ല, ഞങ്ങൾ അതിനോട് വിയോജിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ മൗലൂദ് നടത്തുകയാണ് വർഷാവർഷങ്ങളിൽ മാസാമാസങ്ങളിൽ ഫിക്സഡ് ഡേറ്റ് വെച്ച് തിന്നും കുടിച്ചും ആഘോഷിച്ചും മുട്ടിയും തെളിച്ചും നടക്കുകയാണ്. ഞങ്ങൾ ഉമർ മൗലവിന്റെ മൗദും പാടി വീട് വിടാന്തരം കയറി പൈസ വാങ്ങി തിന്ന് അങ്ങനെ പോവുക അല്ല. പിന്നെ ഏതോ ഒരു അറബി അറിയാവുന്നതുകൊണ്ട് കവിത അറിയാവുന്നതുകൊണ്ട് ഉമർ മൗലവി വരച്ചപ്പോൾ ഉമർ മൗലവിനെ പറ്റി മാത്രം പറഞ്ഞു. ഇതല്ലേ ഇവിടെ ഉണ്ടായത്? ഇത് നിങ്ങൾ വർഷാവർഷത്തിലും മാസാമാസത്തിലും ഡേറ്റ് ടു ഡേറ്റ് അത് പുണ്യാണ് തെളിവാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയല്ല, ഞങ്ങളെന്താ ഒരാളെ പറ്റി ഒരു മാറ്റം പറയുക. ഇവിടെ ആരും എതിർത്തിട്ടില്ല, ആരും എതിർത്തിട്ടില്ല. അത് നന്നായിട്ട് മനസ്സിലായിക്കോളി നിങ്ങള്. അപ്പോ കൂട്ടിക്കൊഴിച്ച് സാധുക്കളെ വഞ്ചിക്കരുതേ, ചതിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനവധി കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാണ്ട് എനിക്ക് വളരെ ദൂരെ പോകാനുള്ളത് കൊണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, പറയാതെ വിട്ടുപോടാ. ഇപ്പോ കെ സക്കരിയ മൗലവി തളിപ്പറമ്പിൽ ഒരു പ്രസംഗം നടത്തിയതാ. എന്താ പ്രസംഗം?
ഞങ്ങൾക്ക് ഭരണം കിട്ടിയാലേ റസൂലുള്ളാന്റെ കുബ്ബ ഞങ്ങൾ അടിച്ചു പൊളിക്കും, യാതൊരു സംശയവും വേണ്ട, കിട്ടിയാൽ ഞങ്ങൾ പൊളിക്കും. എന്തുകൊണ്ട് അറിയോ? നിങ്ങൾ മനസ്സിലായിട്ടോ? നിങ്ങൾ സുന്നി പ്രസിദ്ധീകരണങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ നാളെ സുന്നി പ്രസിദ്ധീകരണത്തിൽ കുബ്ബയെ പറ്റി എന്താ പറഞ്ഞത്? 7-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലാണ് കുബ്ബ പണിത്. അറിയാം നിങ്ങൾക്ക്? വിവരമുള്ള കിതാബിൽ വരല്ല. ഞാൻ ഇവിടെ വന്ന സുന്നി പണ്ഡിതന്മാരോട് ചോദിക്കുന്നു, കുബ്ബ എന്താണ് ഉണ്ടാക്കിയത്? കുബ്ബ എപ്പോഴാണ് ഉണ്ടാക്കിയത്? റസൂലുള്ളാഹി മരിച്ചിട്ടാ? 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാ. ഖൈറുന്നാസി ഖർനിൻ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നിങ്ങൾ നോക്കൂ, ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, അതിനടുത്ത തലമുറയാണ്. ഏതോ രാജാക്കന്മാരാണ് അത് സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ മുഴുവനും വന്നിട്ടുണ്ട്. കുബ്ബ പണിയുന്നത് 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിൽ പണിത കുബ്ബ റസൂലുള്ളാഹിന്റെ കാലത്തില്ല, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തില്ല, സഹാബികളുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല. അതില്ല. മാത്രമല്ല, എന്തുകൊണ്ട് അത് തകർക്കണമെന്ന് പറയുന്നറിയോ? ആ കുബ്ബയുടെ പേര് പറഞ്ഞാണ് ഓൾ ഇന്ത്യ ലെവലിൽ ദർഗകൾ പൊക്കി വ്യവസായം നടത്തുന്ന മുസ്ലിയാക്കന്മാര് പാവപ്പെട്ടവരെ ശിർക്കിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാ റസൂലുള്ളാഹിന്റെ കാലത്തില്ല, നബി പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, ചരിത്രത്തിൽ എവിടെയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവർ ഈ പറയുന്ന നുണകൾ കേട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ വീണു പോകരുത്. അനവധി കാര്യങ്ങൾ സഹാബികളെ കുറിച്ച് മുജാഹിദുകൾക്ക് വിശ്വാസമില്ല എന്നൊക്കെയാണ്. സഹാബികള് എന്നൊക്കെ ഇവിടെ മുജാഹിദുകൾ എങ്ങനെ സഹാബികളെ പറ്റി പ്രസംഗിച്ചാൽ അതിന് യോഗ്യതയുള്ള ഒരാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? സഹാബികളും സഹാബികളുടെ ചരിത്രവും അവരുടെ ജീവിതവും എന്ന് പറഞ്ഞാൽ അവരാരും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അവർ നബിദിനം കൊണ്ടാടിയിട്ടില്ല, അവർ നിങ്ങൾ കാണിക്കുന്ന മൗലൂദും അതുപോലെ തന്നെ കമാലിയ സലാത്ത് പലപ്പോഴും എന്താ സലാത്ത് വാർഷികം. എത്ര? 12ാമത് സലാത്ത് വാർഷികം. ഇസ്ലാം ഉണ്ടായിട്ട് 12 വർഷമായത് ആണോ? ഏറ്റവും ചുരുങ്ങിയ കൂട്ടരെ 1450 വർഷത്തിന്റെ സലാത്ത്, നബി പഠിപ്പിച്ച സലാത്തിന് അത്ര വഴക്കുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അഥവാ ദീൻ അംഗീകരിക്കുന്നവരാണ്, സഹാബത്തിന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗം സ്വീകരിക്കുന്നവരാണ്. ആ മാർഗം സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കെട്ടിണ്ടാക്കി നിങ്ങൾക്ക് വയറ് നിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഞങ്ങൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ കാഫറുകളെന്നോ വിധികളെന്നോ കൊള്ളരുതാത്തവരെന്നോ മാത്രമല്ല പല ഉദ്ധരണി പറഞ്ഞിട്ട് വഹാബികളെ കൊല്ലണോന്ന് ഇന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ തുടങ്ങിക്കോളി. ഞങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയിട്ട് നിങ്ങൾക്ക് നരകത്തിലേക്കും പോകാം, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്കും പോകാം. ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളിൽ ഒരാളെ നിങ്ങൾ കൊന്നാൽ തൗഹീദുമായാണ് ഞങ്ങൾ മരിക്കുന്നത്. ഞങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ നരകത്തിലാണ്. ഇനി നിങ്ങൾ ഞങ്ങൾ ഏറ്റുമുട്ടി ഞങ്ങളുടെ പിടുത്തത്തിൽ നിങ്ങൾ മരിച്ചാലോ നിങ്ങൾ നരകത്തിലും ഞങ്ങൾ സ്വർഗത്തിലാണ്. ഇത് നബിയുടെ സഹാബത്ത് പഠിപ്പിച്ച ഒരു ആശയമാണ് ഞാൻ പറഞ്ഞത്. തൗഹീദുള്ളവരെ ഇനി മിനിമം നിങ്ങൾക്ക് ചിന്തിക്കാലോ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണല്ലോ ഏറ്റവും ചുരുങ്ങി ഞങ്ങൾ പറഞ്ഞത്. അതൊരു 2ാം നമ്പർ ഏർപ്പാടല്ലല്ലോ. മാത്രല്ല ഖുർആനിൽ പറയുന്നത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലേ അള്ളങ്ങളെ പരിഗണിക്കൂ, അള്ളല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലേ അള്ളങ്ങളെ പരിഗണിക്കും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ലെന്ന് മാത്രല്ല വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബാ പറയുന്നത് നിങ്ങൾ അള്ളാഹിനോട് വിളിച്ചു പ്രാർത്ഥിച്ചോ, ഞാൻ ഉത്തരം ചെയ്യും. എന്നോട് ഇബാദത്ത് ചെയ്യാതെ ഗർവം നടിച്ച് തിരിഞ്ഞു കളയുന്നവൻ നരകത്തിൽ പ്രവേശിക്കൂ. നന്നായിട്ട് ആലോചിക്കണം, നന്നായിട്ട് ചിന്തിക്കണം. നന്നായിട്ട് ആലോചിക്കണം, ശരിക്ക് ചിന്തിക്കണം. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ഒന്ന് പഠിക്കുക. എനിക്ക് വളരെ ദൂരെ പോകാനുള്ളതുകൊണ്ടും എന്റെ ബസ് ഇപ്പോൾ പുറപ്പെടുമെന്നതുകൊണ്ടും ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു, ആരെയും നോക്കാതെ, മുഖം നോക്കാതെ. കാരണം എനിക്ക് പടച്ചോന്റെ ഒരു തൂതർ പറയണം, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ എനിക്ക് റബ്ബിനോട് ദുർ പറയണം. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ, പ്രമാണങ്ങളുടെ കാര്യത്തിൽ, ദീൻ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ തികച്ചും സത്യസന്ധമായ ഒരു സമീപനം നമുക്കുണ്ടാകണം. സർവാധിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന്റെ സൽപാന്താവിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഉജ്ജ്വലമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന്റെ സൽപാന്താവിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ
നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖിന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.